സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സംപൂജ്യയായ സമാരാധ്യയായ കൊച്ചുത്രേസ്യ ടീച്ചർ, വേദിയിൽ സദസ്സിലിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും, ശ്രേഷ്ഠരായിട്ടുള്ള ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്കിന്ന് ഇവിടെ കാണേണ്ട വിഷയം കുടുംബ മൂല്യങ്ങൾ മാറുന്ന സാഹചര്യത്തിൽ. ഈ പരിപാടിയിലെ എല്ലാ വിഷയങ്ങളും വളരെ കനപ്പെട്ടതാണ്. അതിൽ എല്ലാം ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇവിടുത്തെ ഈ വിഷയം ബുദ്ധിപൂർവം മാത്രമല്ല, വളരെ ഹൃദയപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് കുടുംബ മൂല്യങ്ങൾ മാറുന്ന സാഹചര്യത്തിൽ എന്നുള്ളത്. കുറേ കാലമായിട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഓർമ്മയിൽ എന്ന് പറയാൻ തന്നെ എനിക്കൊരു 70 കൊല്ലത്തെ പറ്റി എനിക്ക് പറയാനുണ്ട്. ഈ ഓരോ ജനറേഷൻ കഴിയും തോറും കുടുംബ മൂല്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് അവരുടെ ജീവിതകാലത്തിലും അവരത് കണ്ടിട്ടുണ്ടായിരിക്കും. ടെക്നോളജിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ മാറ്റം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഈ മാറ്റത്തിൽ നമ്മളാരും സന്തോഷിക്കണില്ല. ഒരുവിധം നമ്മളെല്ലാവരും അതിൽ ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണ്. കുടുംബ മൂല്യങ്ങൾ എന്തുകൊണ്ട് മാറുന്നു എന്നുള്ളത് നമുക്കൊക്കെ നന്നായിട്ട് അറിയാം, വളരെയധികം അറിയാം. പല കാരണങ്ങളുണ്ടായിരിക്കും. ഒന്ന്, ആദ്യം കൂട്ടുകുടുംബമായിരുന്നു, പിന്നെ അണുകുടുംബമായി. അന്ന് സ്ത്രീകളൊക്കെ വീട്ടിൽ തന്നെ വീട്ടുകാരെ മാത്രം നോക്കി ഇരിക്കുകയായിരുന്നു. പിന്നെ അവരൊക്കെ ജോലിക്ക് പോകാൻ തുടങ്ങി. ജോലിക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് അവരുടെ സാന്നിധ്യം വീട്ടിലില്ല എന്നുള്ളത് മാത്രമല്ല, അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മറ്റു ഭാവങ്ങളും വന്നു ചേരും. ഇതൊക്കെ കാരണമായിട്ട് നമുക്ക് കുടുംബത്തിൻ്റെ മൂല്യങ്ങളിൽ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതും ഭാരതത്തിൽ ഇത്രത്തോളം വരുന്നത് നമ്മളാരും വിചാരിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്, പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്ന കാലത്ത്, അതായത് 72 ആ കാലത്ത് ഞങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ, അദ്ദേഹം ഒരു ദിവസം ജേർണലിസത്തെ പറ്റി പറയുമായിരുന്നു. ആ സമയത്ത് പറഞ്ഞു, എപ്പോഴും ജേർണലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ദ ടൈം യു മേ നോട്ട് ബി ഏബിൾ ടു ഗിവ് ട്രൂത്ത്. എപ്പോഴും അങ്ങനെ പറ്റില്ല, കുറച്ച് സെൻസേഷണലായിട്ടൊക്കെ കൊടുത്താലേ ജനങ്ങൾ ശ്രദ്ധിക്കുള്ളൂ. ഇപ്പോൾ എ ഡോഗ് ബൈറ്റ്സ് എ മാൻ എന്ന് പറഞ്ഞാൽ, ഒരു നായ ഒരു മനുഷ്യനെ കടിച്ചു എന്ന് പറഞ്ഞാൽ അതിലൊന്നും സെൻസേഷണലായിട്ടൊന്നുമില്ല. പക്ഷേ മനുഷ്യൻ നായയെ കടിച്ചു എന്ന് പറയുമ്പോൾ അതിൽ വളരെ സെൻസേഷൻ, അപ്പോൾ അത് നോക്കും. അതുപോലെ അദ്ദേഹം പറയുമായിരുന്നു, സെൻസേഷണലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കോളത്തിൽ മകൻ അച്ഛനെ കൊന്നു എന്ന് കൊടുക്കുന്ന സമയത്ത് അത് സെൻസേഷണലാണ്, അത് വായിക്കും. അതിൻ്റെ ഡേറ്റ് ലൈനൊക്കെ എന്തായിരിക്കും, ഏതെങ്കിലും ഒരു ലാറ്റിൻ കൺട്രിയിൽ അവിടെ എവിടെയെങ്കിലും നടന്ന ഒരു സ്ഥലത്തിൻ്റെ പേര് കൊടുക്കും. എന്നിട്ട് സാറ് പറയുമായിരുന്നു, ഇവിടുന്ന് ആരും അവിടെ പോയിട്ട് വെരിഫൈ ചെയ്യില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് അത് എഴുതാം. വളരെ ഹാംലെസ്സാണ്, ആൾക്കാരുടെ പേരും ഒന്നും പറയണില്ല, ഹാംലെസ്സാണ്. അന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനെയൊക്കെ കൊടുക്കുന്നത് എത്ര തെറ്റാണ്, സെൻസേഷണലാക്കാൻ വേണ്ടി പോലും എന്ന് തോന്നിയിരുന്നു. ഇന്ന് ലാറ്റിൻ കൺട്രിയിലൊന്നും പോയിട്ട് വെരിഫൈ ചെയ്യണ്ട. നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ, മൂക്കിൻ്റെ താഴെ ഇങ്ങനെ ഒരു കാര്യം നടക്കണമെന്ന് പറയുന്ന സമയത്ത് ആർക്കും എവിടെയും പോയി വെരിഫൈ ചെയ്യേണ്ട, നമ്മളുടെ കൺമുമ്പിൽ അത് കണ്ടുകൊണ്ടിരിക്കണം. അത്രയ്ക്കധികം നമ്മളുടെ സൊസൈറ്റി മാറി. ഇന്ന് ഒരു വീട്ടിൽ ഒരു സ്ത്രീ മരിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പുരുഷൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം സംശയിക്കുന്നത് പാർട്ട്ണറെയാണ്, പങ്കാളിയെയാണ്, ഭർത്താവിനെയും ഭാര്യയുമാണ്. ജീവിത പങ്കാളി, ലിവിൻ എന്നൊന്നുമല്ല ഞാൻ പറയണത്. കുടുംബത്തിൽ തന്നെ ഇരിക്കുന്ന ഭർത്താവ് മരിച്ചാൽ ഭാര്യയെ സംശയിക്കും, ഭാര്യ മരിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെയും സംശയിക്കും. അതിലും കൂടുതൽ വേദനാജനകമാണ് ചെറിയ കുട്ടികൾ മരിക്കുമ്പോൾ അമ്മയെ സംശയിക്കണം. ശരിയല്ലേ? ആദ്യം പോലീസ് സംശയിക്കുന്നത് അമ്മയായിരിക്കും. ഇത് വളരെ വേദനാജനകമാണ്. ഇത് സംഭവിക്കുന്നു എന്നുള്ളതിൽ കൂടുതലും ഇതൊരു പാറ്റേണായി വന്നു, അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സംശയം, ഇങ്ങനെയാണ് അന്വേഷണത്തിൻ്റെ പോക്ക് എന്നുള്ളത് തന്നെ നമ്മളെ വളരെ വിഷമിപ്പിക്കുന്നതാണ്. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ടീച്ചർ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയായിരിക്കും. എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം, നമ്മളുടെ ജീവിതം സുദൃഢമായിട്ട് ഇരിക്കണം എന്ന് നിർബന്ധമുള്ള കോടതികൾ പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറേ റൂൾസ്, അതായത് അവരുടെ ജഡ്ജ്മെൻറ്റ്സ്
ഇപ്പോൾ നമ്മളുടെ നാട് എങ്ങനെയാണ് നടക്കുന്നത്. നേരത്തെ ഇവിടെ ഇരുന്ന ഒരു മഹതി പറഞ്ഞു, നമ്മളുടെ ഭരണഘടന മാറ്റണം എന്ന് പറഞ്ഞു, ഇല്ലേ? ഓർമ്മയില്ലേ? നേരത്തെ ചർച്ചയിൽ അങ്ങനെ പറഞ്ഞുവല്ലോ. ഭരണഘടന അവിടെ ഉണ്ട്, നമ്മൾക്കുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റൂൾസ് ഉണ്ട്, അതൊക്കെ പോട്ടെ. നമ്മളുടെ ദൈനംദിന ജീവിതം ഇന്ന് ആരാണ് ഭരിക്കുന്നത്? കോടതികളല്ലേ. കോടതികൾ ഓരോരോ നിയമങ്ങൾ കൊടുക്കും, അതനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകും, അങ്ങനെയല്ലേ? കോടതികൾ ഇടപെടുന്നു എന്നുള്ളതൊരു കഷ്ടമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവർക്കും ഇടപെടാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് നമ്മൾ കോടതികളെയും തള്ളിക്കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അത് വേറൊരു കാര്യം. ഇതിലേതൊക്കെയാണ് വിഷ്യസ് സർക്കിൾ എന്ന് പറയില്ലേ, ഒരു ദൂഷിത വലയം എന്ന് പറയില്ലേ, എങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് പുറത്തു വരേണ്ടതെന്ന് അറിയില്ല. ഈയിടെ ഇതൊരു സെൻസേഷനല്ല, ചെറിയൊരു സ്നിപ്പറ്റ് ഒരു 2 ആഴ്ച മുമ്പ് കണ്ടതാണ്. ഒരു ഡിഫൻസ് കൗൺസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം 2000 ജോലിയിൽ ചേർന്നപ്പോൾ അവിവാഹിതനായിരുന്നു. അമ്മയെ 3 കാര്യത്തിന് നോമിനിയാക്കി. ഒന്ന് ജനറൽ പ്രോവിഡൻറ്റ് ഫണ്ട് GPF, പിന്നെ ഒന്നൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ്, പിന്നെ ഒന്ന് ഗ്രാറ്റുവിറ്റി. 3 എണ്ണത്തിനും അമ്മയെ നോമിനിയാക്കി. പിന്നെ 2003 വിവാഹം കഴിഞ്ഞു. ആ സമയത്ത് ഭാര്യയുടെ പേരിലേക്ക് ഗ്രാറ്റുവിറ്റിയുടെയും അതുപോലെ ജനറൽ പ്രോവിഡൻറ്റ് ഫണ്ട് അമ്മയുടെ പേരിൽ തന്നെ, ഗ്രാറ്റുവിറ്റി, ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഇത് രണ്ടും അമ്മയുടെ പേരിൽ മാറ്റി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മരിച്ച സമയത്ത് ഇതിൽ തർക്കം വന്നു. ആ സമയത്ത് നമ്മളുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ വൈഫായിരിക്കണം പോയി, അതായത് ആ GPF കൂടി തനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അത് 2ആയിട്ട് പകുത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. GPF എമൗണ്ട് അമ്മയ്ക്കും ഭാര്യയ്ക്കും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പിന്നെ ഷീ അപ്രോച്ച് ദ ഹൈക്കോർട്ട് അവിടുന്ന് 2 പേർക്കും, ഇത് ഷീ ഓർ മദേഴ്സ് സൈഡ്, ആരോ കോടതിയിൽ പോയ സമയത്ത് ഹൈക്കോടതി പറഞ്ഞു അത് അമ്മയ്ക്ക് തന്നെ കൊടുക്കണം, കാരണം നോമിനേഷൻ നമ്മുടെ പേരിലാണുള്ളത്, അത് കൊടുക്കണം എന്ന് പറഞ്ഞു. സുപ്രീം കോടതി അത് മാറ്റിയിട്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പറഞ്ഞതുപോലെ അത് വീതിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് ഒരു എമൗണ്ട് വീതിച്ചു കൊടുക്കുന്ന കാര്യം മാത്രമല്ല, അമ്മയുടെ പേരിൽ നോമിനേഷൻ ഇരിക്കെ എന്തിന് അത് മാറ്റേണ്ട ഒരു ആവശ്യം എന്തായിരുന്നു കോടതിക്ക്? അദ്ദേഹം തന്നെ സ്വയം 2003 വിവാഹം കഴിഞ്ഞപ്പോൾ 2 കാര്യത്തിൽ നോമിനേഷൻ മാറ്റിയിട്ടുണ്ട്. എന്നിരിക്കെ അദ്ദേഹം മറന്നുപോയതല്ല, അത് മനഃപൂർവ്വം ചെയ്തതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഹൈക്കോടതിയുടെ ഓർഡറിനെ സുപ്രീം കോടതിക്ക് ശരിവെക്കായിരുന്നില്ലേ എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും അവരുടെ അഭിപ്രായങ്ങൾ അത് ആ വ്യക്തിയുടെ പേഴ്സണൽ നിയമങ്ങളോ അവർ ശീലിച്ചതോ ഒക്കെ ആയിരിക്കണം ആ സുപ്രീം കോടതി ജഡ്ജിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അപ്പോൾ ഇത് കാണുന്ന ഒരു കുട്ടി, ഇത് പഠിക്കുന്ന ഒരു കുട്ടി, ലോന് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കൂ. ആ കുട്ടിയുടെ മനസ്സിൽ അമ്മയോടുള്ള റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് എന്തായിരിക്കും ആ കുട്ടി മനസ്സിൽ രൂപപ്പെടുത്തുന്ന ഒരു വിചാരം? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ സർവീസിൽ കയറിയ കാലത്ത്, ഇപ്പം എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ശ്രീഹരിക്ക് പറയാൻ പറ്റും, എനിക്കറിയില്ല, ഞാനത് അന്ന് അന്വേഷിച്ചില്ല. കാരണം ഞാൻ സർവീസിൽ കയറിയ കാലത്ത് ഒരു സ്ത്രീക്ക് മദർ ഇൻ ലോന് വേണ്ടിയിട്ട് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് ക്ലെയിം ചെയ്യാം, മദർ ഇൻ ലോന് വേണ്ടിയിട്ട്. അതേസമയം സ്വന്തം അമ്മയ്ക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അന്ന് ഞാൻ അത്ര താല്പര്യം അതിൽ കാണിച്ചില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ മദർ ഇൻ ലോ ഒരു പെൻഷനറാണ്, അപ്പോൾ എന്തായാലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എൻ്റെ അച്ഛനൊരു പെൻഷനറാണ്, അതുകൊണ്ട് അമ്മയ്ക്കും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു സ്വാർത്ഥ ചിന്ത കൊണ്ട് ഞാൻ അന്ന് അതിനെപ്പറ്റിയൊന്നും ടേക്കപ്പ് ചെയ്തില്ല. പിന്നീട് പെൻഷൻ പറ്റുമ്പോഴല്ലേ നമുക്ക് ആലോചിക്കാൻ സമയം കിട്ടുക. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കാൻ ഇപ്പം എനിക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഇത് ഹൈലി ഒരു നോർത്ത് ഇന്ത്യൻ അപ്രോച്ചാണിത്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭർതൃഗൃഹത്തിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് മാട്രിയാർക്കൽ ഫാമിലിയിൽ, നായർ മേനോൻ ഫാമിലിയിലൊക്കെ അമ്മയ്ക്ക് വേണ്ടി ക്ലെയിം ചെയ്യേണ്ട, മദർ ഇൻ ലോന് വേണ്ടി ക്ലെയിം ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു അസ്വരസം ഉണ്ടാവും എന്നുള്ളത് വാസ്തവമല്ലേ, സത്യമല്ലേ? അതൊക്കെ മദർ ഇൻ ലോന് വേണ്ടി ചെയ്യണം എന്നുള്ളത് ശരി, എന്തുകൊണ്ട് സ്വന്തം അമ്മേ? അപ്പോൾ എവിടെയാണ് ഇതിലൊക്കെ നീതിയുള്ളത്? നമ്മളെവിടെയാണ് നിയമം കാണുന്നത്? 18 വയസ്സായ പെൺകുട്ടിക്ക് വീട്ടിൽ നിന്ന് മാറിപ്പോവാം, ശരിയല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ?
അച്ഛനും അമ്മയ്ക്കും ഫോഴ്സ് ചെയ്യാൻ പറ്റുമോ വീട്ടിൽ വന്ന് നിൽക്കാൻ? 5-6 വയസ്സുള്ളൊരു കുട്ടി 1ാം ക്ലാസ്സിൽ ചേർന്നിട്ട് 18 വയസ്സാകുമ്പോഴേക്കും ആ കുട്ടി ഗ്രാജുവേറ്റ് ചെയ്യുമോ? ഗ്രാജുവേറ്റ് ചെയ്യാത്ത ഒരു കുട്ടിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഉപജീവന വൃത്തി എന്താണ്? ഉപജീവന വൃത്തിക്ക് വേണ്ടി ആ കുട്ടി ആരെയൊക്കെ ആശ്രയിക്കേണ്ടി വരും? ആ ഡിപ്പെൻഡൻസൊക്കെ ആ കുട്ടിയുടെ ജീവിതത്തിനെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതാണോ, തളർത്തുന്നതാണോ, വളർത്തുന്നതാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. വോട്ട് ചെയ്യാൻ 18 വയസ്സ് മതി, ശരി. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ ഇന്നത്തെ ചുറ്റുപാടിൽ എന്തുകൊണ്ട് ആലോചിക്കുന്ന സമയത്തും നമ്മളൊക്കെ തന്നെയാണ് നമ്മളുടെ കുടുക്കുകൾ ഉണ്ടാക്കി തീർക്കുന്നത്. അതിൽ നിന്ന് ഇനി എങ്ങനെ പുറത്ത് വരാമെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും ഇറിവേഴ്സിബിളാണ്. പുതിയൊരു ദിശ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രം നോക്കാം. ഞാൻ എൻ്റെ പേരക്കുട്ടിയോട്, 13 വയസ്സായ കുട്ടിയാണ്, അവളോട് ഞാൻ ഇന്നലെ പറഞ്ഞു, അമ്മമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസൈൻമെൻ്റ് ഉണ്ട്, എന്താണ് നിൻ്റെ അഭിപ്രായം? എനിക്ക് എഴുതി തന്നു. അന്ന് അച്ഛനും അമ്മയും ഒന്നാമത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, അച്ഛനും അമ്മയും മക്കളും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വേണം. അത് വളരെ ശരിയല്ലേ, കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മളൊക്കെ എങ്ങനെയാണ്, ഞാൻ പലപ്പോഴും തർക്കങ്ങളിൽ പറയാറുണ്ട്, അരമണിക്കൂർ എന്നെപ്പറ്റി സംസാരിച്ചോളൂ, അതിൻ്റെ അവസാനം എനിക്കൊരു 5 മിനിറ്റ് തന്നാൽ മതി, 5 മിനിറ്റ് തന്നാൽ മതി, പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും സംസാരിച്ചോളൂ. കോടതിയിലൊക്കെ ഇല്ലേ, എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ, റീ എക്സാമിനേഷൻ പോലെ ചെയ്തോളൂ. ഇത് പറഞ്ഞാൽ തർക്കിക്കുന്ന ഒരാളും സമയമില്ല, എനിക്കൊന്നും പറയാനില്ല, പറഞ്ഞോളൂ. പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മളെ നിർത്തും. ആ സമയത്ത് പിന്നെയും പറയും 5 മിനിറ്റ് കൂടി തരാം, അരമണിക്കൂർ സംസാരിച്ചോളൂ, എന്നിട്ട് എനിക്കൊരു 5 മിനിറ്റ് തരുവാണ് ഇൻ്ററപ്റ്റഡായിട്ട്. ആരും സമ്മതിക്കാറില്ല. നമ്മളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ചെറിയ കുട്ടികളോട് നമ്മൾ സംസാരിച്ച് നോക്കൂ. അവർ കുറേ നേരം സംസാരിച്ച് അവർ സംസാരിച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് വായ തുറക്കുമ്പോഴേക്കും തന്നെ അവർ ബെഞ്ചിലോ ഡെസ്കിലോ സെറ്റിയിലോ ഒക്കെ അടിച്ചിട്ട് ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറയും. ആർക്കും കേൾക്കാൻ സമയമില്ല. എല്ലാവരുടെയും കാര്യം അങ്ങനെയാണ്. അപ്പോൾ അവൾ എഴുതി തന്നത് കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഒന്ന് ലിസണിങ്, ഒന്ന് കേൾക്കെങ്കിലും ചെയ്യുക, പിന്നെ വേറൊന്ന് കോൺഫിഡൻഷ്യലായിട്ട് അച്ഛനമ്മമാരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അപ്പോഴൊക്കെ നമ്മളുടെ സൈഡിൽ നിന്നിട്ട് പിന്നെ ദേഷ്യം വരുന്ന സമയത്ത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അന്ന് പറഞ്ഞ കാര്യം എടുത്തിട്ട് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുക. ഇത് വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഇതൊരു ചെറിയ കുട്ടി പറഞ്ഞതാണെങ്കിലും ഇത് ഒരു കുടുംബ ബന്ധത്തിൽ മാത്രമല്ല, ഓഫീസിലും അങ്ങനെ തന്നെയാണ്. ഓഫീസ് മാനേജ്മെൻറ്റിലും ഇതൊക്കെ തന്നെ പ്രസക്തമാണ്. പിന്നെ അച്ഛനും അമ്മയും ഞാനിത് ചെയ്തു തന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ കാര്യമൊക്കെ ഒരു ഭാരമാണെന്ന് അച്ഛനും അമ്മയും വിചാരിക്കരുത്. അതവർ സന്തോഷത്തോടു കൂടി ചെയ്യണം. ഒക്കെ കുട്ടിയുടെ പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ് പറഞ്ഞത്. അമ്മയോട് അച്ഛനമ്മമാരോട് ചോദിച്ചാൽ അവർക്കും കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ചെറിയ ചെറിയ പരിഹാരങ്ങൾ കൊണ്ട് തീർക്കാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ കുറേ ഈഗോ ആണ്. നമ്മൾ ആരും പറയുന്നത് കേൾക്കുക, ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത്, അതുകൊണ്ട് കുട്ടികൾക്ക് അളവില്ലാതെ സ്നേഹം കൊടുക്കും. അങ്ങനെ സ്നേഹം കൊടുക്കുന്ന കുട്ടികൾ അച്ഛനമ്മയും വളരെ ത്യാഗം കാണിക്കുന്ന സമയത്ത് കുട്ടികൾ വിചാരിക്കും അവരോട് എല്ലാവരും ത്യാഗം കാണിക്കണം. അച്ഛനും അമ്മയും ത്യാഗത്തോടു കൂടി കാണിക്കുന്നത് കുട്ടികളൊരു പാഠം പഠിക്കട്ടെ, അവർ സമൂഹത്തിന് എന്തെങ്കിലും നല്ലതൊക്കെ ചെയ്യട്ടെ, ഒരു മോഡലാവുക എന്ന് വിചാരിച്ചിട്ടാണ് പല അച്ഛനും അമ്മയും അത് ചെയ്തു കൊടുക്കുന്നത്. കുട്ടികൾ അങ്ങനെയല്ല എടുക്കുക. കുട്ടികൾ എടുക്കുന്നത് അച്ഛനും അമ്മയും എനിക്ക് വേണ്ടിയിട്ടെല്ലാം മാറിത്തന്നു എല്ലാം, ഇതേപോലെ തന്നെ ലോകം മുഴുവനും എനിക്ക് മാറിത്തരണം, ഇങ്ങനെയാണ് കുട്ടി. അതും എല്ലാ വീടുകളിലും ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി, പറയണ ഞാനും ഗിൽറ്റിയാണ്, 1 കുട്ടി 2 കുട്ടിയൊക്കെ ആവുന്ന സമയത്ത് അൺഇൻറ്റൻഡഡ് ബെനിഫിറ്റ്സ് കുറേ കുട്ടികൾക്ക് കിട്ടും. നമ്മൾ കൊടുത്താലും ഇല്ലെങ്കിലും അവർക്ക് ആരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട, ന്യൂക്ലിയർ ഫാമിലിയിൽ ആരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട. പരീക്ഷയുടെ സമയത്ത് ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തന്നെ അവരെ മുകളിലേക്ക് പാക്ക് ചെയ്തിട്ട് അവിടെ പോയിരുന്ന് പഠിച്ചോളൂ, ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. അങ്ങനെ കുട്ടികൾ ഒറ്റയ്ക്ക് വളരുന്ന സമയത്ത് അവർ സമൂഹത്തിൽ വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ഗിവ് ആൻഡ് ടേക്ക് ഉള്ളതാണ്. അവർക്കതിന് പറ്റിയെന്ന് വരില്ല. പിന്നെ എപ്പോഴും പണ്ട് കാലത്തൊക്കെ സ്ത്രീകൾ മാത്രം വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കിയിരിക്കുക. അച്ഛന്മാരുടെ കാര്യം ഞാൻ പറയുകയാണ്. ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ഓഫീസ് വിട്ട് കഴിഞ്ഞാലും ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ റൂമോ എവിടെയെങ്കിലും എടുത്ത് ഇഷ്ടം പോലെ മദ്യമൊക്കെ സേവിച്ചിട്ട് വീട്ടിലേക്ക് വരും. പക്ഷേ അവർക്ക് നല്ല പ്രതീക്ഷയുണ്ട്, തൻ്റെ ഭാര്യ തനിക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും മാത്രം മുഴുവനും സമയം കൊടുക്കണം എന്നുള്ളത്. ചെറിയൊരു ഇതിൽ 2 പേരും ഹസ്ബൻഡും വൈഫും വീട്ടിൽ വരികയാണ്, ആ സമയത്ത് ഓഫീസ് വിട്ട് ഒന്നിച്ച് വരികയാണ്.
ഭാര്യ തന്നെയാണ് ചായ ഉണ്ടാക്കേണ്ടത് തന്നെയാണ് എൻ്റെ ഈ ഓർത്തഡോക്സ് ആയിട്ടുള്ള എൻ്റെ ഇപ്പോഴത്തെയും വിചാരം അങ്ങനെ തന്നെയാണ്. പക്ഷേ കുട്ടികൾക്കൊക്കെ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് രണ്ടുപേരും ഒരേപോലെ, ഇതാണ് ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വൈകുന്നേരത്തൊക്കെ കുട്ടികളുടെ പഠിപ്പിനെ പറ്റി ഒന്നും ചിന്തയില്ലാതെ എല്ലാം ഭാര്യ നോക്കിക്കോളും, അല്ലെങ്കിൽ പഠിപ്പൊക്കെ ടീച്ചേഴ്സ് നോക്കിക്കോളും എന്ന് വിചാരിക്കുന്ന അച്ഛനമ്മമാർക്ക് അതിനെപ്പറ്റി കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുമോ കുട്ടികൾ വഴിതെറ്റി പോകുമ്പോൾ? ഇനി അമ്മയുടെ കാര്യം, ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെറിയ കുട്ടി 3-4 വയസ്സുള്ള കുട്ടി വന്നിട്ട് അമ്മയുടെ കാല് കെട്ടിപ്പിടിച്ചിട്ട്, അമ്മയുടെ അര വരെ ഹൈറ്റ് ഉണ്ടാവില്ല, കെട്ടിപ്പിടിച്ചിട്ട് അമ്മ 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 എന്ന് പറയുമ്പോഴും ഈ മൊബൈലിങ്ങനെ നോക്കി ഇരുന്നിട്ട് ഈ കുട്ടി താനാ ഒന്നുമല്ല എന്ന് വിചാരിക്കുന്ന ആ കുട്ടിക്ക് പിന്നീട് ആ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുമ്പോൾ കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ തലമുറ ഞാൻ പറയാം, ഇൻക്ലൂഡിങ് മീ, നമ്മൾക്ക് കുട്ടികളെ പറ്റിയിട്ട് വളരെ വലിയ പ്രതീക്ഷയാണ് നേരായിട്ടുള്ള വഴി കൂടെ നടക്കണം എന്നുള്ളത്. നമ്മൾ വലിയ തെറ്റുകളായിരിക്കില്ല, പക്ഷെ കുട്ടിയുടെ കണ്ണിൽ ഒരു വലിയ തെറ്റുകളായിരിക്കും. അതായത് സമയം കിട്ടണേയില്ല, അമ്മ വീട്ടിലില്ല, എപ്പോഴെങ്കിലും വരും, ടൂറാണ്, എപ്പോഴെങ്കിലും വീട്ടിൽ വരും, അങ്ങനെയൊക്കെയുള്ള. ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ പറ്റിയിട്ട്? ഇപ്പോൾ നേരത്തെ ഉണരുന്ന ഭാരതം എന്ന് പറഞ്ഞു അല്ലേ, നേരത്തെ അത് പറഞ്ഞില്ലേ? ആ ഉണരുന്ന ഭാരതത്തിൽ ഒരു വലിയൊരു കാര്യം എഡ്യൂക്കേഷനാണ്. പഠിപ്പിനെന്ന് പറഞ്ഞാൽ കുറേ സ്കൂൾസ് ഉണ്ടാക്കിയിടുക, കുറേ കോളേജസ് ഉണ്ടാക്കിയിടുക, റിസർച്ചിന് വേണ്ടിയിട്ട് കോടിക്കണക്കിൽ അങ്ങോട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക, ഇതല്ല ഉദ്ദേശിക്കുന്നത്. പഠിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എല്ലാ പഠിപ്പും നമുക്ക് പ്രിസ്ക്രിപ്റ്റീവ് ആക്കാൻ വേണ്ടി പറ്റുമോ? കുട്ടികളോട് കുറേയെങ്കിലുമൊക്കെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആക്കണ്ടേ നമ്മൾ? എല്ലാം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ചെറിയ മോള് ഇരുന്ന് മഗ് ചെയ്തിട്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കും, എന്തിനാ സ്കൂളിൽ പോയിട്ട് ശരിക്കും അറിയണത് എഴുതിയാൽ പോരെ ചോദിക്കുമ്പോൾ പറയും, ടീച്ചർ പറയും ഒബ്ജക്റ്റീവാണ്, അതുകൊണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, MCQ ആണ്, അതുകൊണ്ട് ടെക്സ്റ്റിലുള്ളതുപോലെ എഴുതണം. കാരണം MCQൻ്റെ ഉത്തരം പ്രീ ഡിറ്റർമിൻഡാണ്, ടീച്ചർക്ക് ഫ്രീഡം ഇല്ല. പക്ഷേ പല കാര്യങ്ങളിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ്സ് ഉണ്ടായിരിക്കും. ഇനി അപ്പോൾ പഠിപ്പ് എന്ന് പറയുന്നത് സ്കൂളുകൾ കുറേ ഉണ്ടാക്കുക അങ്ങനെയല്ല, കോളേജ് കുറേ ഉണ്ടാക്കുക, ലബോറട്ടറി കുറേ ഉണ്ടാക്കുക, അതല്ല. അധ്യാപകർക്കും വളരെ ഉദാരമായിട്ടുള്ളൊരു മനസ്സ് വേണം, വളരെ ഉദാരമായി. പക്ഷേ ആ ഉദാരത ലൈസൻസിലേക്ക് നീങ്ങരുത്. കുട്ടികൾക്ക് ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. പേരൻറ്റിങ് ഇസ് എ വെരി ഡിഫിക്കൾട്ട് ടാസ്ക്. ഇറ്റ്സ് എ താങ്ക്ലെസ് ടാസ്ക് ഓൾസോ. ടീച്ചർക്ക് ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം ടീച്ചർക്ക് പറയാനുണ്ടാവും. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ സംഭവിച്ചതെന്നുള്ളത് അറിയാം, പക്ഷേ ഇതിന് എന്താണ് ഇനിയൊരു പ്രതിവിധി? ഇത്രയുമായി നിൽക്കുന്ന സമയത്ത് എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. കോടതികളുടെ ഈ ഇടപെടൽ, സഞ്ചാർ സാഥി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും അല്ലേ? സഞ്ചാർ സാഥി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഈ മൊബൈൽ കമ്പനികളോടൊക്കെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്തിനു വേണ്ടി അത് പറഞ്ഞത്? അങ്ങനെ ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ ആ സഞ്ചാർ സാഥിയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു SOS കോളാണ്, അത് കൈകാര്യം ചെയ്യാൻ ആൾക്കാരുണ്ടായിരിക്കും, കുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ മുതിർന്നവർക്ക് അവരുടെ പ്രൈവസിയാണ് ഇമ്പോർട്ടൻറ്റ്, നമ്മളുടെ നാട്ടിലെ കുട്ടികളുടെ രക്ഷയല്ല. എന്തിനാണ് ഇങ്ങനെ ഇത്രയൊക്കെ പ്രൈവസി ആവശ്യമുണ്ടോ? ഞാൻ എവിടെ പോകണമെന്ന് ആരറിഞ്ഞാലും എന്താ? പുരുഷനായാലും സ്ത്രീ ആയാലും ഒരു ബിസിനസ് മീറ്റാണെങ്കിൽ ഇന്ന ബിസിനസ്മാനെ കാണാൻ പോയി എന്നുള്ളത് അറിയാൻ പാടില്ലായിരിക്കാം. അതർവൈസ് ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ ഇത്രയൊക്കെ മടിച്ചു നിൽക്കുന്നത് എന്തിനാണ്? 1983-84 കാലത്താണ് ഇന്ത്യയിൽ എയ്ഡ്സ് വളരെ കൂടുതലായത്. ഇതിനൊക്കെ മുമ്പ് നമ്മൾ എയ്ഡ്സിനെ പറ്റി വായിക്കുന്ന സമയത്ത് വിദേശങ്ങളിലെ എയ്ഡ്സൊക്കെ വിദേശത്ത്, ഇവിടേക്കൊന്നും വരില്ല എന്ന് വിചാരിച്ചു. ഇവിടെ വന്ന ശേഷവും എന്തിനാണ് സർക്കാരടക്കം സേഫ് സെക്സ് എന്ന് പറഞ്ഞത്? സ്റ്റിക്ക് ടു യുവർ പാർട്ട്ണർ എന്ന് പറയാൻ എന്താ എത്ര മടി? എന്തുകൊണ്ട് ചെയ്തുകൂടാ? അതൊന്നും പറ്റാത്ത നമുക്ക് ഇത്രയൊക്കെ നമുക്ക് വിധിച്ചിട്ടുള്ളൂ. ഇതൊരു പെസിമിസ്റ്റിക് ടോണിലാണ് ഞാൻ നിൽക്കുന്നത്. ഐ ലീവ് ഇറ്റ് ടു ദ ടീച്ചർ ടു ബ്രിങ് ഓൾ ഓഫ് us ബാക്ക് ഇൻ ടു എ സെൻസ് ഓഫ് ഒപ്റ്റിമിസം. താങ്ക് യു. ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണനായകോമേ, വിഘ്നങ്ങൾ തീർത്തു വിളയാടുക സർവകാലം. സർവത്ര കാരിണി സരസ്വതി വന്നൻ, നാവിൽ കളിക്ക കുമുദേഷു നിലാവു പോലെ. വേദിയിലിരിക്കുന്ന ഇന്ദിരാ കൃഷ്ണകുമാർ എന്ന നമ്മുടെ അധ്യക്ഷയ്ക്കും സദസ്സിലിരിക്കുന്ന ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ അഭ്യുദയകാംക്ഷികൾക്കും അതിൻ്റെ
പല പദവികളിരിക്കുന്നവർക്കും മറ്റ് അഭ്യുദയകാംക്ഷികൾക്കുമെല്ലാം എൻ്റെ വിനീതമായ വന്ദനം. ഇന്ന് കിട്ടിയിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കുടുംബ മൂല്യങ്ങൾ മാറുന്ന സാഹചര്യത്തിൽ. ഞാനൊരു കഥ പറയാം. ശ്രീ പരമേശ്വരൻ തൻ്റെ ശിഷ്യന്മാരായ സപ്തർഷികൾക്ക് 112 യോഗാമാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ശ്രീ പാർവതി അവിടെ വന്ന് ചോദിച്ചു, എന്തുകൊണ്ട് 112? അതിൽ കൂടുതൽ ഉണ്ടായിക്കൂടെ? ഉടനെ ശിവഭഗവാൻ പറഞ്ഞു, ഇല്ല, 112, അതിൽ കൂടുതലില്ല. പാർവതി വീണ്ടും തർക്കിച്ചു, അല്ല, 112-ൽ കൂടുതൽ ഉണ്ടാകാം, ഞാൻ അത് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് കാട്ടിൽ തപസ്സിനായിപ്പോയി. ഏറെ നാൾ തപസ് ചെയ്തിട്ടും പുതിയ ഒരു മാർഗം പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ദേവി തിരിച്ചു വന്ന ഭഗവാൻ ഇരിക്കുന്നതിൻ്റെ താഴത്തെ പടിയിൽ വന്നിരുന്നു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, പുതിയ മാർഗങ്ങൾ കണ്ടെത്തിയോ? ഇല്ല, ഞാൻ തോറ്റുപോയി, എന്നോട് ക്ഷമിക്കണം എന്നു പറയുന്നതിനാണ് ദേവി താഴത്തെ പടിയിൽ വന്നിരുന്നത്. അത് ഭഗവാന് മനസ്സിലായി. അതുപോലെ കുടുംബങ്ങളിൽ തർക്കങ്ങളുണ്ടായാൽ, എനിക്കു തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി ക്ഷമിക്കണം എന്നു പറയാനുള്ള ആർജവം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകണം എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ കഥ. മറ്റൊരു ശ്ലോകം ഞാൻ ഓർമ്മിക്കുകയാണ്. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. അതിലാദ്യം പറയുന്നത് വാഗർത്ഥാവിവ സംപൃക്തൗ എന്നാണ്. വാക്കും അർത്ഥവും പോലെ യോജിച്ചിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുന്നവരാണ് പാർവതി പരമേശ്വരന്മാർ എന്നാണ്. അവർ ജഗത് പിതാക്കളാണ്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. അവർ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം വരെ അവർ ഒരുമിച്ചുണ്ടായിരിക്കണം. ഭാര്യ ഭർത്താവിൻ്റെ ഊന്നുവടിയും ഭർത്താവ് ഭാര്യയുടെ ഊന്നുവടിയും ആകണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് ഈ ശ്ലോകം. ഇനി കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. എ ഫാമിലി ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. രക്തബന്ധം, വിവാഹം എന്നിവയിലൂടെ ബന്ധിക്കപ്പെട്ടവർ ഒന്നുചേർന്നു താമസിക്കുന്ന ഇടമാണ് കുടുംബം. അതായത് ഭർത്താവ്, ഭാര്യ, കുട്ടികൾ, മുത്തശ്ശൻ, മുത്തശ്ശി എന്നിവരുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. മൂല്യങ്ങൾ. എന്താണ് മൂല്യങ്ങൾ? മനുഷ്യജീവിതത്തിൻ്റെ സുസ്ഥിതിക്ക് ആധാരവും ശാശ്വതവുമായ നീതി തത്വങ്ങളാണ് കുടുംബങ്ങൾ. ധാർമ്മിക മൂല്യം, സാമൂഹ്യ മൂല്യം, കുടുംബ മൂല്യം, വിദ്യാഭ്യാസ മൂല്യം, പ്രകൃതി മൂല്യം എന്നിങ്ങനെ നമ്മൾ അവയെ ഇനം തിരിച്ച് വിചിന്തനം ചെയ്യാറുണ്ട്. അദ്രോഹശ്ചാപ്യലോഭശ്ച ദമോ ഭൂതദയാ തപഃ ബ്രഹ്മചര്യം തഥാ സത്യമനുക്രോശക്ഷമാസ്ഥിതി സനാതനസ്യ ധർമ്മസ്യ മൂലമേതദ്ദുരാസദം. വായുപുരാണത്തിൽ സനാതന ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഈ ശ്ലോകം. അദ്രോഹം എന്നാൽ ദ്രോഹിക്കാതിരിക്കുക. സ്നേഹമുള്ളിടത്ത് ക്രൂരമായ ദ്രോഹം ഉണ്ടാവുകയില്ല. ലോഭം എന്നാൽ ആഗ്രഹം എന്നാണ് അർത്ഥം. കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ആഗ്രഹമാണ് ഭോഗം. ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം യഥാവിധി വർജിക്കയും വേണ്ട എന്ന അധ്യാത്മരാമായണത്തിൽ ലക്ഷ്മണൻ ഗുഹനെ ഉപദേശിക്കുന്നു. ഇനി അടുത്തത് ദമം. ഇന്ദ്രിയ നിഗ്രഹമാണ് ദമം അല്ലെങ്കിൽ മനസ്സടക്കം. സദാ മോഹാടവ്യാം ചരതി യുവതീനാം കുജഗിരൗ നടത്യാശാഖാസ്വടതി ചടുതി സ്വൈരമഭിത
കപാലിൻ ഭിക്ഷോ മേ ഹൃദയകപിമത്യന്തചപലം ദൃഢം ഭക്ത്യാ ബദ്ധ്വാ ശിവ ഭവദധീനം കുരു വിഭോ. ശങ്കരാചാര്യസ്വാമികളുടെ ശിവാനന്ദ ലഹരിയിലെ 20ാമത്തെ ശ്ലോകമാണിത്. സ്ത്രീ വിഷയത്തിൽ പുകച്ചുവായി അവിടെയും ഇവിടെയും സഞ്ചരിക്കുന്ന എൻ്റെ മനസ്സാകുന്ന കുരങ്ങിനെ അവിടുത്തെ പാദങ്ങളിൽ കെട്ടിയിടണമേ എന്ന അപേക്ഷയാണ് ഈ ശ്ലോകം. അടുത്തത് ഭൂതദയ. ഭൂതദയ എന്നു പറഞ്ഞാൽ സകല ചരാചരങ്ങളോടുമുള്ള സ്നേഹം. യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ ന വിജുഗുപ്സതേ. ഈശാവാസ്യ ഉപനിഷത്തിലെ 6ാമത്തെ മന്ത്രമാണിത്. അതായത് ആത്മാവിൽ സർവചരാചരങ്ങളെയും സർവചരാചരങ്ങളിലും ആത്മാവിനെയും ദർശിക്കാൻ കഴിയുന്ന സമദർശിക്ക് ആ ഏകത്വ ദർശനം കാരണമായിട്ട് ഒന്നിനെയും ദ്വേഷിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്തത് തപ. തപ എന്ന് പറഞ്ഞാൽ തപസ്. അതായത് തപസ് നിശ്ചയദാർഢ്യമാണ്. നിശ്ചയദാർഢ്യത്തിലൂടെയുള്ള കൃത്യമായ പെരുമാറ്റം കുടുംബത്തിൻ്റെ ശ്രേയസ്സിന് അത്യന്താപേക്ഷിതമാണ്. ബ്രഹ്മചര്യം. വിവാഹിതർ വിവാഹിത ബ്രഹ്മചര്യവും അവിവാഹിതർ അവിവാഹിത ബ്രഹ്മചര്യവും അനുഷ്ഠിക്കണം എന്നാണ് ഇവിടെ ബ്രഹ്മചര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യം. സത്യം വദ ധർമ്മം ചര സത്യമേവ ജയതേ. അതായത് അസത്യത്തിൽ നിന്ന് അകന്നുമാറി ജീവിക്കാൻ ശ്രമിക്കുക. അനുക്രോശ. അനുക്രോശ എന്ന് പറഞ്ഞാൽ കാരുണ്യം, കരുണ എന്നർത്ഥം. മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കുക. ക്ഷമ. വിട്ടുവീഴ്ച മനോഭാവമാണ് ക്ഷമ. സ്ഥിതി എന്നാൽ ജീവിതം എന്നാണ് അർത്ഥം. സൃഷ്ടി, സ്ഥിതി, സംഹാരം. സൃഷ്ടി ജനനത്തെയും സ്ഥിതി സംഹാരത്തെയും സ്ഥിതി ജീവിതത്തെയും സംഹാരം മരണത്തെയും പ്രതിനിധീകരിക്കുന്നു. വഹ്നിസന്തപ്തലോഹസ്ഥാംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം എന്ന് എഴുത്തച്ഛൻ പാടുന്നു. അതായത് ചുട്ടുപഴുത്ത ലോഹത്തിൽ വീണ വെള്ളത്തുള്ളി പോലെ ഈ ജീവിതം ക്ഷണഭംഗുരമാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാരും മക്കളും ഒരുമിച്ച് സ്വൈരമായി ജീവിക്കണം. മക്കൾ എന്താണെന്ന് മാതാപിതാക്കൾ അറിയണം, മാതാപിതാക്കൾ എന്താണെന്ന് മക്കൾ അറിയണം. കുട്ടികളോട് ചെറുപ്പകാലം മുതൽ ഒരു സൗഹൃദമുണ്ടാക്കാൻ ഭാര്യാഭർത്താക്കന്മാർക്ക് കഴിയണം. അവർ LKG UKG ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ മുതൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മാതാപിതാക്കൾക്ക് കഴിയണം. എത്ര തിരക്കിനിടയിലും അതിൽ നമ്മൾ സമയം കണ്ടെത്തണം. അതായത് കുട്ടിക്ക് സ്കൂളിലെ കൂട്ടുകാരൊക്കെയാണ്, അന്ന് സ്കൂളിൽ ആരൊക്കെ പഠിപ്പിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, അങ്ങനെ ഒരു സൗഹൃദം. തൻ്റെ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാനുള്ള വ്യക്തി അമ്മയാണ് അല്ലെങ്കിൽ അച്ഛനാണ് എന്ന രീതിയിലുള്ള ഒരു സൗഹൃദം കുട്ടികളോട് മാതാപിതാക്കൾക്കുണ്ടാകുമ്പോൾ മാതാപിതാക്കളിലോട് കുട്ടികൾക്കും അത് ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആധുനിക കാലഘട്ടത്തിലെ കുടുംബങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എന്ന് നമുക്ക് നോക്കാം. ഭാര്യയും ഭർത്താവും വിദേശത്ത്, മക്കൾ നാട്ടിൽ അമ്മൂമ്മയുടെയോ അപ്പൂപ്പൻ്റെയോ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളുടെ കൂടെ. ഇനി കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർ തനിയെ ജീവിക്കുന്നവരുമുണ്ട്. ഇനിയുള്ളത് അമ്മ വിദേശത്ത്, അച്ഛനും മക്കളും നാട്ടിൽ. ഇനി മറ്റൊന്ന് അച്ഛൻ വിദേശത്ത്, അമ്മയും മക്കളും നാട്ടിൽ. ഇനി ഒരു രീതി കൂടിയുണ്ട്, അമ്മയും അച്ഛനും മക്കളും എല്ലാവരും നാട്ടിൽ തന്നെയുണ്ട്. എന്നാൽ അച്ഛന് തിരക്കാണ്, അച്ഛന് ബിസിനസ് അല്ലെങ്കിൽ തൻ്റെ ജോലിയുമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയെല്ലാം. ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീയും ഭർത്താവിനെ പോലെ അധ്വാനിച്ചാൽ മാത്രമേ കുടുംബം കഴിഞ്ഞു പോവുകയുള്ളൂ. അതുകൊണ്ട് സ്ത്രീയും ജോലിക്ക് പോകുന്നു വെളിയിൽ. ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി പോലും സ്ത്രീകൾക്കാകാമെന്നുള്ള കാലമാണ്. അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്, ഡേ ഡ്യൂട്ടി ഉള്ളവരുണ്ട്. അപ്പോൾ അതിനിടയിലും
കുട്ടികൾക്ക് വേണ്ടി സമയം കണ്ടെത്തി അവരുടെ ചെറുപ്പകാലം മുതൽ അവർക്ക് വേണ്ടത്ര പരിശീലനം കൊടുത്ത് അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നാം എന്തങ്ങോട്ട് കൊടുക്കുന്നു അതുതന്നെയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ ഈ രീതിയിൽ നിന്നെല്ലാം മാറിപ്പോയിട്ടുണ്ട് എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അതായത് മദ്യപിച്ച് വീട്ടിൽ വരുന്ന അമ്മ, മക്കളുടെ മുമ്പിലിരുന്ന് മദ്യപിക്കുന്ന അമ്മ, അച്ഛൻ മദ്യപാനം കഴിഞ്ഞ് വീട്ടിൽ വന്ന മക്കളെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ആ മക്കൾക്ക് അച്ഛനമ്മമാരോട് എന്ത് സ്നേഹം തോന്നാനാണ്? മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ആധുനിക തലമുറയുടെ ശ്രദ്ധ സാമാന്യത്തിലധികം തിരിയുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കഥ പറയാം. ഒരു കുടുംബം, ആ കുടുംബത്തിൽ അച്ഛൻ മകൻ്റെ ചെറുപ്പത്തിലെ മരിച്ചുപോയി. അമ്മയും മകനും മാത്രമാണുള്ളത്. മകനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അമ്മ അടുത്ത വീട്ടിൽ ജോലിക്ക് പോവുകയാണ്. അങ്ങനെ ജോലി ചെയ്ത് കൊണ്ടുവന്ന് മകന് ആഹാരം കൊടുത്ത് മകനെ വളർത്തുകയാണ്. മകൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മയക്കുമരുന്നിന് ശീലം തുടങ്ങി. അങ്ങനെ മയക്കുമരുന്ന് ശീലം തുടങ്ങിയത് ആദ്യ കാലഘട്ടത്തിലൊന്നും അമ്മ അറിഞ്ഞില്ല. അമ്മ അറിഞ്ഞു വന്നപ്പോഴേക്കും മകൻ കൈവിട്ടു പോയിരുന്നു. 9ാം ക്ലാസ് വരെ ആ കുട്ടി സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പഠിത്തം നിർത്തി, അല്ലെങ്കിൽ പഠനം നിർത്തി. അവന് താന്തോന്നിയായി നടക്കാൻ തുടങ്ങി. അമ്മ അവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എനിക്ക് വാർദ്ധക്യമായി, നീ ഇനി വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്ക്, നീ പ്രാപ്തിയായല്ലോ, നീ ജോലി ചെയ്തിട്ട് ഇനി കുടുംബം പുലരണമെന്ന. മയക്കുമരുന്നിൻ്റെ ലഹരിയിലായിരുന്ന കുട്ടി ഉടൻ തന്നെ വെട്ടുകത്തിയെടുത്ത് അമ്മയെ വെട്ടാനൊരുങ്ങി. അമ്മ കൈകൊണ്ട് തടഞ്ഞതിനാൽ അമ്മയുടെ കൈക്കാണ് വെട്ടുകൊണ്ടത്. കൈ താഴെ വീണു പിടഞ്ഞ് അമ്മയെ നോക്കാതെ കുട്ടി ഇറങ്ങിപ്പോയി. അയൽപക്കത്തുള്ളവരാണ് അമ്മയെ ആശുപത്രിയിലാക്കിയത്. അങ്ങനെ മദ്യം, മയക്കുമരുന്ന്, അതുപോലെ മറ്റ് ലഹരി വസ്തുക്കൾ, ഇവയ്ക്ക് അഡിക്റ്റഡ് ആകുന്ന ധാരാളം യുവാക്കളും യുവതികളുമുണ്ട്. ക്ലാസ്സിൽ യൂണിഫോമിൽ തറയിൽ വട്ടത്തിലിരുന്നു മദ്യപിക്കുന്ന കുട്ടികളെക്കുറിച്ച് അധ്യാപകർ പലപ്പോഴും കംപ്ലൈൻറ്റ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് ഈ കാലഘട്ടം. ഇനി മറ്റൊന്ന്, കൊലപാതക പരമ്പരകൾ അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നു. മദ്യപിച്ച് വീട്ടിൽ വന്ന അമ്മയെ ഭർത്താവ് വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ ഭാര്യയുടെ അനാശാസ്യ ബന്ധങ്ങൾ കണ്ടുപിടിച്ച ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. ഇനി അനാശാസ്യ ബന്ധങ്ങളുള്ള ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു കൊന്നു, അല്ലെങ്കിൽ സ്വന്തം മകനെ തൻ്റെ കാമുകനെയും കൂട്ടി കൊന്നുകളഞ്ഞു. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ധാരാളം നമ്മുടെ ഇടയിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ മദ്യം, മയക്കുമരുന്ന് എന്നിവ കൊലപാതക പരമ്പരകളിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് കൂടത്തായി സംഭവം അറിയാം. അതുപോലെ ഈ അടുത്ത കാലത്ത് തിരുച്ചിറപ്പള്ളി, തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി എന്ന സ്ഥലത്ത് 2 ആൺമക്കൾ ചേർന്ന് അച്ഛന് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊന്നു. എന്തിനാണ്? അച്ഛന് ഇൻഷുറൻസ് തുകയുണ്ട്. ആ ഇൻഷുറൻസ് തുക കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് മക്കൾ ഇത്രയും ഒരു ക്രൂരകൃത്യം ചെയ്തത്. അതുപോലെ മദ്യം, മയക്കുമരുന്ന്, കൊലപാതകം ഇവയുടെ പരമ്പരകൾ നമ്മുടെ നാട്ടിൽ ധാരാളം നടക്കുന്നുണ്ട്. ഒരു വാർത്ത ഞാൻ പത്രത്തിൽ വായിച്ചു. എഡിബിളായുള്ള പത്രങ്ങളായിരിക്കണം, മനോരമയിലാണ് കണ്ടത്. അതുപോലെ ഏഷ്യാനെറ്റിൻ്റെ ചാനലിലും ആ വാർത്ത കണ്ടു. ഒരു കാമുകൻ കാമുകിയെ കല്ലുകൊണ്ട് ഇടിച്ച് കൊന്നു. അതുപോലെ കാമുകന് അരിഷ്ടത്തിൽ വിഷം ചേർത്ത് കൊടുത്തു കൊന്നു. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. അപ്പോൾ സ്നേഹം, ദയ എന്നീ മൂല്യങ്ങൾ സ്വാർത്ഥത, ക്രൂരത എന്നിവയായി മാറുന്നതിൻ്റെ അടയാളങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കഥ കൂടി പറയാം. അതായത് 30 വർഷം ഗൾഫിൽ ജോലി ചെയ്ത ഒരു വ്യക്തി, അദ്ദേഹം അവിടെ ഇലക്ട്രീഷ്യനായിരുന്നു. ജോലിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ താൻ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ ദാരിദ്ര്യമായിരുന്നു.
വീട്ടിലെ ദാരിദ്ര്യാവസ്ഥ കണ്ടാണ് അദ്ദേഹം പോകുന്നത്. ഗൾഫിൽ പോയി ജോലിയായി, വീട്ടിലേക്ക് ആവശ്യമുള്ള പണം അയക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാമായി. സ്വന്തമായി വലിയൊരു വീട് വെച്ചു, കാറ് വാങ്ങി, പിന്നെ മക്കളെ നന്നായി വിദ്യാഭ്യാസം ചെയ്യിച്ചു. ഉണ്ടായിരുന്ന കുറച്ച് പറമ്പ് വാങ്ങിച്ചു. അതിനുശേഷം മകള് വിവാഹപ്രായമായപ്പോൾ മകളെ വിവാഹം ചെയ്യിച്ചു. മകൻ പഠിച്ച് ജോലിയായി, മകനെ വിവാഹവും കഴിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇനി നാട്ടിലേക്ക് പോയി സ്വസ്ഥമാകാം, ഇത്രയും നാൾ ജോലി ചെയ്തല്ലോ. അങ്ങനെ 30 വർഷം ജോലി ചെയ്തിട്ട് അദ്ദേഹം തിരിച്ചു പോന്നു. വീട്ടിൽ വന്ന 1 വർഷം ഭാര്യയുമായി സന്തോഷത്തോടെ കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ചു. കുറേശ്ശെയായി അദ്ദേഹം ആലോചിച്ചു. അദ്ദേഹത്തിന് നിരാശബോധം ബാധിച്ചു. അങ്ങനെ നിരാശ ബാധിച്ചതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു, ഇനി ഞാൻ എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല, കാരണം ഭാര്യ വളരെ പെട്ടെന്നാണ് പോയത്. അതുപോലെ ഞാൻ പോയാൽ ഈ സ്വത്തുക്കളെല്ലാം മകൻ്റെ പേരിലിരിക്കട്ടെ എന്ന് വിചാരിച്ച് അത് മകൻ്റെ പേരിൽ എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെച്ച് കുറേ നാൾ മകനും മരുമകൾക്കും വലിയ കാര്യമായിരുന്നു അച്ഛനെ. കുറേശ്ശെയായി ആ കാര്യം കുറഞ്ഞു വന്നു. പിന്നെ തൊടുന്നതിനും പിടിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കെല്ലാം കുറ്റപ്പെടുത്തലായി. അച്ഛൻ അവിടെ ഇരുന്നാൽ കുറ്റം, ഇവിടെ ഇരുന്നാൽ കുറ്റം, ഇങ്ങനെയൊക്കെ ആയി. അച്ഛൻ കഴിയുന്നതും തൻ്റെ അടുത്ത സുഹൃത്തായ അടുത്ത വീട്ടിലെ ആളുടെ അടുത്ത് പോയി ഇരിക്കുമായിരുന്നു. ഭക്ഷണത്തിന് മാത്രം വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ രാത്രിയിൽ കിടക്കാൻ മാത്രം. അങ്ങനെ ഒരു ദിവസം ഈ മകൻ അച്ഛനോട് പറഞ്ഞു, നമുക്കൊരു സ്ഥലം വരെ പോകാം. മകൻ അച്ഛനെ കാറിൽ കയറ്റി കൊണ്ടുപോയി ഒരു ദൂരെ നഗരത്തിലെ ഒരു ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി ഇറക്കിയിട്ട് പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇരിക്കാൻ, ഞാനിപ്പോൾ വരാമെന്ന്. അച്ഛൻ അവിടെ ഇരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ മകൻ തിരിച്ചു പോകുന്നത് കണ്ട് അച്ഛൻ റോഡിലേക്ക് ഇറങ്ങി നിന്നു. എന്നാൽ കാറ് നിർത്താതെ പാഞ്ഞുപോയി. 2 ദിവസം അവിടെ ഇരുന്ന ആ മനുഷ്യൻ വിശപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ചെന്ന് അവിടുത്തെ മാനേജരോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, എനിക്കെന്തെങ്കിലും ഭക്ഷണം തരണമെന്ന്. അപ്പോൾ അദ്ദേഹം അറിയാതെ കരഞ്ഞുപോയി. കാരണം താൻ 30 വർഷം ജോലി ചെയ്ത് നാട്ടിൽ വന്ന തൻ്റെ സമ്പത്ത് മുഴുവൻ അന്യാധീനപ്പെട്ടു പോയല്ലോ എന്നൊരു വിചാരം അദ്ദേഹത്തിന് ഉണ്ടായി. അപ്പോൾ മാനേജർക്ക് സങ്കടം തോന്നിയിട്ട് ആ മാനേജർ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തെ അടുത്തുണ്ടായിരുന്ന ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. മകൻ പിന്നെ തിരിഞ്ഞു നോക്കി പോലുമില്ല. അങ്ങനെ സ്നേഹം ക്രൂരതയായി മാറിയ, അല്ലെങ്കിൽ സ്വാർത്ഥതയായി മാറിയ മകനും ഭൂതദയ ഉണർന്ന മാനേജരുമാണ് ഈ കഥയിൽ ഉള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത് സ്ത്രീകളോടുള്ള സമീപനമാണ്. അതായത് സ്വാമി വിവേകാനന്ദൻ ഇപ്രകാരം പറയുന്നു, വിമൻ ആർ ദ പില്ലേഴ്സ് ഓഫ് ദി family as also the society. The best thermometer to the progress of a nation is its treatment of women. അതായത് സ്ത്രീകൾ വീടിൻ്റെയും സമൂഹത്തിൻ്റെയും നെടും തൂണാകണം. അതോടൊപ്പം ഒരു രാജ്യത്തിൻ്റെ പുരോഗതി അളക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ആ നാട്ടിൽ സ്ത്രീകളോടുള്ള സമീപനമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകളോടുള്ള സമീപനം വളരെ ക്രൂരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ജോലിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് രാത്രിയിൽ പോകുന്ന സ്ത്രീ ആക്രമിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. അതുപോലെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള കഥകളെല്ലാം നാം കേൾക്കുന്നുണ്ട്. സിനിമാ മേഖലയിൽ നടന്ന ഒരു കഥയും നമുക്കറിയാം എത്ര ക്രൂരമായ സംഭവങ്ങളാണ് അവിടെ നടന്നത് എന്ന്. അതിന് കോടതിയുടെ ഉത്തരം കുറഞ്ഞ ശിക്ഷ, കൂടിയ ശിക്ഷ എന്നല്ല വേണ്ടത്, ക്രൂരമായ ശിക്ഷ എന്നാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കോടതികൾക്കകത്ത് നമുക്ക് സംസാരിക്കാൻ അനുവാദമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വേദിയിൽ അത് പറയുകയാണ്. അങ്ങനെയുള്ള പ്രതികൾക്ക് നിശ്ചയമായും ക്രൂരമായ ശിക്ഷയാണ് കിട്ടേണ്ടത്. 80 വയസ്സുള്ള വൃദ്ധൻ 5 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു. 21 വയസ്സുകാരൻ 70 വയസ്സുള്ള സ്ത്രീയെ വീട്ടിൽ കയറി ആക്രമിച്ചു. ഇങ്ങനെയുള്ള കഥകളെല്ലാം നാം ചാനലുകളിലൂടെയും, വാട്സാപ്പ് പോലെയുള്ള ചാനലുകളല്ല, ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ മനോരമയോ അതുപോലെയുള്ള ചാനലുകളിലൂടെയും നാം വായിച്ച് അറിയുന്നുണ്ട്.
അങ്ങനെ സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവാണ് ഇപ്പോഴും മനുഷ്യൻ്റെ കണ്ണിൽ, അല്ലെങ്കിൽ ചിലരുടെ കണ്ണിലെങ്കിലും സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവാണ്, സ്ത്രീ ഒരു ശരീരവും കുറച്ച് അവയവങ്ങളും മാത്രമാണ് എന്ന ചിന്ത വിട്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മാറേണ്ടത് അനിവാര്യമാണ്. സ്ത്രീക്ക് സുരക്ഷിതയായും സന്തുഷ്ടയായും ഏത് രീതിയിലും ജീവിക്കാൻ കഴിയണം, ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ കഴിയണം. മറ്റൊന്ന്, പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ സമീപനം. പ്രകൃതിയോട് ക്രൂരമായ സമീപനമാണ് മനുഷ്യർക്കുള്ളത്. കടലോരങ്ങളിലെ കടൽ മണ്ണ്, കരിമണൽ ഖനനം, അത് വലിയൊരു പ്രശ്നമായതാണ്. കരിമണൽ ഖനനം ചെയ്തു കൊണ്ടുപോവുക, അതുകൊണ്ടാണ് സുനാമി ഉണ്ടായത് എന്നൊക്കെ പല അഭിപ്രായങ്ങൾ നാം കേട്ടിട്ടുണ്ട്. പിന്നെ മരങ്ങൾ അനാവശ്യമായി വെട്ടി നശിപ്പിക്കുക, മല തുരന്ന് പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ അശാസ്ത്രീയ പരിഷ്കാരങ്ങളിലൂടെ നാടിൻ്റെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് മലയിടിച്ചിലും വെള്ളപ്പൊക്കവും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നത് എന്ന മൂന്നാർ, അതുപോലെ ചൂരൽമല, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടന്ന ദുരന്തങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കുട്ടികളിൽ ചെറുപ്പം മുതലേ പ്രകൃതിയോടുള്ള സ്നേഹം വളർത്തിയെടുക്കേണ്ടതും ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച രീതിയിൽ പ്രകൃതി മൂല്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ്. ഇനി സാമൂഹ്യബോധം. കുടുംബത്തിൽ ജീവിക്കുമ്പോൾ പോലും സാമൂഹ്യബോധം മനുഷ്യർക്ക് ആവശ്യമാണ്. രാത്രിയിൽ വണ്ടി ഓടിച്ചു പോകുന്ന ഒരു വ്യക്തി റോഡിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആളിനെ കണ്ടാൽ, അപകടത്തിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരാളിനെ കണ്ടാൽ തിരിഞ്ഞു നോക്കാതെ പോകുന്നു. ഇനി ആരെങ്കിലും സഹാനുഭൂതി തോന്നി നിർത്തിയാൽ ആ ആൾ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ആ ആൾ മരണപ്പെടും. ഇത് നിത്യസംഭവങ്ങളായി നാം കേൾക്കുന്നുണ്ട്. എൻ്റെ അനുഭവത്തിലും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചേച്ചി ഒരപകടം പറ്റി റോഡിൽ കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലായിരുന്നു. അത് പക്ഷേ വെളുപ്പിനെ ആയിരുന്നു. കുറച്ച് പുലർന്നപ്പോൾ ഒരാൾ അതിലെ വന്നു. ആ ആൾ വണ്ടിയെ കയറ്റി കൊണ്ടുപോയി ആശുപത്രിയിലാക്കിയതുകൊണ്ട് ചേച്ചി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കഥകളെല്ലാം നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് സാമൂഹ്യ ബോധം മനുഷ്യന് വളരെ അത്യന്താപേക്ഷിതമാണ്. കുട്ടികളിൽ ചെറുപ്പം മുതൽ രൂഢമൂലമാകേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത്, മനുഷ്യൻ ഈ ലോകത്തിൽ എത്ര നല്ല രീതിയിൽ ജീവിച്ചാലും അവൻ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകേണ്ടവനാണ്. ധർമ്മം എന്നാൽ പ്രവൃത്തി എന്നൊരർത്ഥമുണ്ട്. ആ ധർമ്മം എന്നതുകൊണ്ട് ജോലി ചെയ്ത് പണം സമ്പാദിക്കുക എന്ന അർത്ഥം കൂടി ഉള്ളത് കൊണ്ട് പല രീതിയിൽ പണമുണ്ടാക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. സാമാന്യ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോകണം എന്നാണ് ഇപ്പോഴുള്ള കുട്ടികളുടെ എല്ലാം ആഗ്രഹം. പണമുള്ള രക്ഷിതാക്കൾ സ്റ്റഡി വിസയിൽ കുട്ടികളെ വിദേശത്തേക്ക് വിടുന്നു. നമ്മുടെ ഇവിടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവായതുകൊണ്ടല്ല, ജോലി സൗകര്യങ്ങൾ കുറവാണ് എന്നുള്ളത് കൊണ്ട് കുട്ടികൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. നല്ല ശമ്പളം കുറവാണ് എന്നതുകൊണ്ടും കുട്ടികൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സ്റ്റഡി വിസയിൽ വിദേശത്തേക്ക് പോയി ജോലി കിട്ടി എല്ലാം ആയി കഴിയുമ്പോഴേക്കും നാട്ടിലുള്ള മാതാപിതാക്കളെ തിരിച്ചറിയുന്ന കുട്ടികളുണ്ട്, തിരിച്ചറിയാത്ത കുട്ടികളുമുണ്ട്. അങ്ങനെ തിരിച്ചറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ വലിയ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ സംജാതമാകുന്നു. അങ്ങനെ ഒറ്റപ്പെടുന്ന മാതാപിതാക്കളുള്ള ധാരാളം വലിയ വീടുകളുണ്ട്. ആ 2 പേരിൽ ഒരാൾ പോയി കഴിയുമ്പോൾ മറ്റേയാൾ ഒറ്റയാകുന്നു. അവരുടെ അവസ്ഥ ശോചനീയമാണ്. ഇനി മറ്റൊരു വിഭാഗമുണ്ട്. അവർക്ക് കുടുംബത്തിൽ ദാരിദ്ര്യമാണ്. ദാരിദ്ര്യമായിരിക്കുമ്പോൾ പണം മുടക്കി കുട്ടികളെ വെളിയിൽ വിടാൻ കഴിയില്ല. അതുകൊണ്ട് കുട്ടികൾ ഒരു കണ്ടീഷൻ വയ്ക്കും, ഞങ്ങൾ വെളിയിൽ പോയി കഴിയുമ്പോൾ ഈ ലോണെല്ലാം അടച്ചു തീർക്കാം, ലോൺ എടുത്ത് ഞങ്ങൾ ഈ പുരയിടം അല്ലെങ്കിൽ വീട് ലോണായിട്ട് വെച്ച് അല്ലെങ്കിൽ ഈടായിട്ട് വെച്ച് ലോൺ എടുത്ത് ഞങ്ങളെ വെളിയിലേക്ക് വിടുക.
അങ്ങനെ വെളിയിൽ പോകുന്ന കുട്ടികളുണ്ട്. വെളിയിൽ പോയി സ്റ്റഡി വിസയിൽ പഠിച്ച് ജോലിയായി കുറേ കഴിയുമ്പോൾ ചില കുട്ടികൾ വീടിനെക്കുറിച്ച് ഓർത്ത് ലോൺ അടയ്ക്കാനുള്ള പൈസ കൊടുത്ത് വീടും പുരയിടവും തിരിച്ചെടുത്ത് കൊടുക്കാറുണ്ട്. മറ്റ് ചില കുട്ടികൾ അത് ചെയ്യാറില്ല. അവർ പഠനം കഴിഞ്ഞാൽ അവിടെ അങ്ങ് സെറ്റിൽഡ് ആവുകയാണ്. സെറ്റിൽഡായി കഴിയുമ്പോൾ അവർ വീടിനെ മറന്നു, നാടിനെ മറന്നു. അങ്ങനെയുള്ള മാതാപിതാക്കളുടെ സ്ഥിതി വളരെ കഷ്ടമാണ്. അവർ വീടും പറമ്പും വിറ്റ് ബാങ്കിലെ കടമടച്ചിട്ട് പിന്നെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ പോയി താമസിക്കുകയോ വാടകയ്ക്ക് താമസിക്കുകയോ വരുമാനമാർഗം ഇല്ലാത്തവരാണെങ്കിൽ, ഉള്ളവരാണെങ്കിൽ അവർക്ക് വാടക കൊടുത്ത് താമസിക്കാൻ കഴിയും. ഇല്ലാത്തവരാണെങ്കിൽ അവർ തീർച്ചയായും അനാഥാലയങ്ങളെയോ വൃദ്ധസദനങ്ങളെയോ ഒക്കെ അഭയം പ്രാപിക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ഡി അഡിക്ഷൻ സെൻ്ററുകൾ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ അനാഥാലയങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, വൃദ്ധസദനങ്ങളും വർദ്ധിക്കുന്നുണ്ട്. ഇത് നാടിൻ്റെ ശോച്യാവസ്ഥ തന്നെയാണ് കാണിക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരണം. എങ്ങനെ മാറ്റം വരണം എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഒരു കഥ കൂടി പറയാം. മനുഷ്യന് പോസിറ്റീവ് തിങ്കിങ് കുറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആധുനിക കാലഘട്ടത്തിൽ ചെറുപ്പക്കാരിൽ ആത്മഹത്യാ പ്രവണത കൂടുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിന് പഠനം നടത്തിയ ഒരു സംഘത്തിൻ്റെ റിപ്പോർട്ടും ഞാൻ വായിച്ചു. ഈ ചെറുപ്പക്കാരിൽ ഇത് കുറയുന്നതിന് കാരണം അവരിൽ നൈരാശ്യബോധം ബാധിക്കുന്നതാണ്. ആ നൈരാശ്യബോധത്തിന് കാരണം അവരിൽ പ്രത്യാശയില്ലാത്തതാണ്. 1914 തോമസ് ആൽവ എഡിസൺ എന്ന ശാസ്ത്രജ്ഞൻ്റെ പരീക്ഷണശാലയ്ക്ക് തീ പിടിച്ചു. അപ്പോൾ അദ്ദേഹം തൻ്റെ മകൻ ചാൾസിനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, എത്ര മനോഹരമായൊരു കാഴ്ചയാണിത്. നീ പോയി ഉടൻ തന്നെ അമ്മയെ വിളിച്ചു കൊണ്ടുവരൂ. അമ്മ ഇത് കാണട്ടെ. ഒരുപക്ഷെ ഇനി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്കിത് കാണാൻ കഴിഞ്ഞെന്ന് വരികില്ല. എത്ര വലിയൊരു പ്രത്യാശയാണ് അദ്ദേഹം അവിടെ പങ്കുവയ്ക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹം അത്രയും നാൾ കണ്ടുപിടിച്ച അബദ്ധങ്ങളെയെല്ലാം പ്രകൃതി നശിപ്പിച്ച് കളയുകയാണ്. ഇനി നമുക്ക് ശരികളിലേക്ക് പോകാനുള്ള സമയമായി എന്നാണ് അദ്ദേഹം തൻ്റെ മകനോട് പറയുന്നത്. അത്തരമൊരു പ്രത്യാശാബോധം മനുഷ്യരിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ നിരാശാബോധത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ കരകയറ്റി കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഏറ്റവും ആദ്യം തന്നെ നെഗറ്റീവായി ചിന്തിക്കും, അല്ലെങ്കിൽ വിരുദ്ധമായി ചിന്തിക്കും എന്നുള്ളതാണ്. പിന്നീട് നാം അതിനെ പ്രത്യാശാത്മകം അല്ലെങ്കിൽ ഗുണാത്മകം ആക്കിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗുണാത്മകമാക്കാൻ കഴിയുന്ന വ്യക്തി ജീവിതത്തിൽ വിജയിക്കും. മറിച്ച് ഗുണാത്മകമാക്കാൻ കഴിയാത്ത വ്യക്തി അവൻ നൈരാശ്യം ബാധിച്ച് ജീവിതത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലിടാൻ കഴിയാതെ ആത്മഹത്യയെ ശരണം പ്രാപിക്കും. അതാണ് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത്. അവർ ആത്മഹത്യാ പ്രവണത പ്രകടിപ്പിക്കുന്നു. അതുപോലെ വൃദ്ധരിലും ആത്മഹത്യാ പ്രവണത കൂടുന്നു എന്നാണ് പറയാറുള്ളത്. ഇനി ഒരു വരി പറയാം. ഫെയ്ത്ത് ഈസ് ദ ഹെഡ് കെമിസ്റ്റ് ഓഫ് ദ മൈൻഡ്. വെൻ ഫെയ്ത്ത് ഈസ് ബ്ലെൻഡഡ് വിത്ത് ദ വൈബ്രേഷൻ ഓഫ് തോട്ട്, ദി subconscious mind instantly picks up the vibration, translates into its spiritual equivalent and transmits to the infinite intelligence as in the case of prayer. അതായത് വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും മൂല്യവത്തായ രസതന്ത്രമാണ്. പ്രാർത്ഥനയിൽ എന്നതുപോലെ വിശ്വാസം ചിന്താ തരംഗങ്ങളുമായി ഒന്നു ചേരുമ്പോൾ ഉപബോധ മനസ്സ് ആ ചിന്താ തരംഗങ്ങളെ പെറുക്കിയെടുത്ത് അതിനെ ഭാഷാന്തരീകരിച്ച് ആത്മീയ തുല്യതയുള്ള അനന്തബുദ്ധി വൈഭവത്തിലേക്ക് അയക്കുന്നു. അതേതുപോലെയാണ്? പ്രാർത്ഥനയിൽ എന്നതുപോലെ. അതുകൊണ്ടാണ് യേശുക്രിസ്തു ബൈബിളിൽ പഠിപ്പിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് പോയി കടലിൽ ചേരുക എന്ന് പറഞ്ഞാൽ അത് നിശ്ചയമായും നടന്നിരിക്കുമെന്ന്. അത്തരമൊരു നിശ്ചയദാർഢ്യം
നമ്മുടെ കുട്ടികളിൽ കുറഞ്ഞു വരുന്നു, നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് അവർ ഒരു സാമാന്യ ചിന്തയിലൂടെ തൻ്റെ നൈരാശ്യബോധത്തെ വിട്ട് പ്രത്യാശയിലേക്ക് വരാതിരിക്കുന്നത്. കുടുംബജീവിതത്തിൽ 2-3 രീതിയിലുള്ള സാഹചര്യങ്ങൾ നാം കാണുന്നുണ്ട്. ഒന്ന് ലിവിങ് ടുഗദർ, അതായത് വിവാഹം എന്ന് പറയുന്ന ആചാരങ്ങളിലൊന്നും വിശ്വാസമില്ലാതെ ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ. അവർക്ക് വേണമെങ്കിൽ മക്കളാകാം, വേണ്ടെങ്കിൽ വേണ്ട. ഇനി മറ്റൊന്നു കൂടിയുണ്ട്, ഗേ കപ്പിൾ, ലെസ്ബിയൻ കപ്പിൾ. ഗേ കപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരേ സെക്സിൽപ്പെട്ട ആളുകൾ വിവാഹിതരാവുക. ലെസ്ബിയൻ കപ്പിൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ചേർന്ന് വിവാഹിതരായി ജീവിക്കുക. ഞാൻ പറഞ്ഞ അർത്ഥം ശരിയാണെന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഭോഗാസക്തി. ആ ഭോഗാസക്തിയുടെ തീർപ്പിന് വേണ്ടി മാത്രം അവർ അങ്ങനെ ജീവിക്കുകയാണ്. അവർക്ക് മക്കളെക്കുറിച്ചുള്ള ചിന്തയൊന്നുമില്ല. അങ്ങനെ സമൂഹത്തിൽ കുടുംബജീവിതം പലതരത്തിൽ ഉണ്ട്. ഈ കുടുംബജീവിതത്തെ മൂല്യവത്താക്കണമെങ്കിൽ അതിന് പ്രത്യേകം ശ്രമിക്കേണ്ടത് ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ ഉത്തരവാദിത്വത്തോടൊപ്പം ആത്മീയ സംഘടനകളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ആത്മീയമായി മനുഷ്യനെ ഉണർത്തിക്കൊണ്ടുവരുവാൻ കഴിയണം. ജീവിതത്തെ പഠിക്കുവാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല, എന്നാൽ ജീവിതത്തെ നിരീക്ഷിക്കുവാൻ കഴിയും എന്നാണ് ബ്രഹ്മശ്രീ ഓഷോ പറയുന്നത്. ഒരിക്കൽ ഒരു മനുഷ്യൻ, ഒരു ഗണിതശാസ്ത്രജ്ഞൻ, അദ്ദേഹം വളരെ പ്രശസ്തനാണ്. ആ പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞൻ ഒരു കളിപ്പാട്ട കടയിൽ ചെന്നിട്ട് ആ കളിപ്പാട്ട കടക്കാരനോട് ഒരു കളിപ്പാട്ടം, തൻ്റെ കൊച്ചുമകന് ബർത്ത്ഡേ ആണ്, അതിന് കൊടുക്കാൻ വേണ്ടി ഒരു കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ജിഗ്സോ പസിൽ എടുത്തു കൊടുത്തു. ആ ജിഗ്സോ പസിൽ കണ്ടപ്പോൾ അദ്ദേഹം അതിൽ ആകൃഷ്ടനാവുകയും അത് പരിഹരിക്കാൻ പല രീതിയിൽ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടെ കടയിൽ സാധനം വാങ്ങാൻ വന്ന ആളുകളും കടക്കാരനും അദ്ദേഹത്തെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം വളരെ അപഹാസ്യനാകുന്നു. ഒടുവിൽ ക്ഷമകെട്ട് അദ്ദേഹം കടക്കാരൻ്റെ കയ്യിൽ ആ ജിഗ്സോ പസിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു ഗണിതശാസ്ത്രജ്ഞനാണ്, എനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഈ കളി എങ്ങനെയാണ് ഒരു കൊച്ചുകുട്ടി പരിഹരിക്കുന്നത് എന്ന് പറഞ്ഞു കൊണ്ടു കൊടുത്തു. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, ഇതുകൊണ്ട് കളിക്കാൻ തുടങ്ങുമ്പോൾ ആ കുട്ടി മനസ്സിലാക്കും, ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ട് അവൻ ജീവിതത്തെ നിരീക്ഷിക്കാൻ തുടങ്ങും. അപ്പോൾ ബ്രഹ്മശ്രീ ഓഷോ ഇപ്രകാരം പറയുന്നു, ജീവിതത്തെ നിങ്ങൾ നിരീക്ഷിക്കുക, ജീവിതത്തെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും നിങ്ങൾ മനസ്സിൻ്റെ ചിലപ്പില്ലാതെ, മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ നിമിഷവും അതൊന്നുകിൽ ഭൂതകാലത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഭാവി കാലത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കും. വർത്തമാനത്തിൽ നിൽക്കാൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അതിനെ വർത്തമാനത്തിൽ നിർത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങളുടെ ചിന്തകൾ എന്താണെന്ന് നിങ്ങൾക്ക് വർത്തമാനത്തിൽ അറിയാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഓരോ നിമിഷത്തിലും അവബോധത്തോടുകൂടി ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ നിമിഷം ഏറ്റവും പ്രഭാപൂർണമാണ്. അത്തരമുള്ള നിമിഷങ്ങളിലൂടെ നിങ്ങൾ ധ്യാനാത്മകതയിലേക്ക് ഇറങ്ങുകയാണ്. ആ ധ്യാനാത്മകതയിലൂടെ നിങ്ങൾ നിങ്ങളെ അന്തരാത്മാവിനെയാണ് കണ്ടെത്തുന്നത്. ആ അന്തരാത്മാവിനെ കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണ്ടെത്താൻ കഴിയും. അങ്ങനെ നാം നമ്മെ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ഈ ജീവിതം ആനന്ദകരമാകും. ജീവിതം പരിഹരിക്കാൻ വയ്യാത്തൊരു പ്രശ്നമല്ല, ജീവിതം ആനന്ദകരമാണ്. ആനന്ദകരമായ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. പണം എന്നുള്ള ചിന്തയിൽ പല കുട്ടികളും അശാസ്ത്രീയമായ അല്ലെങ്കിൽ സത്യവിരുദ്ധമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാറുണ്ട്. അതായത് കള്ളക്കടത്ത്, പെൺവാണിഭം,
മയക്കുമരുന്ന്, ഇങ്ങനെയുള്ള വിപണനം, ഓൺലൈൻ തട്ടിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം കടന്നു പോകാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഉണ്ടാക്കുന്ന പണം ഒരിക്കലും നിന്നെ രക്ഷിക്കുകയില്ല. മറിച്ച് നിന്നെ രക്ഷിക്കുന്നത് നീ നേടിവയ്ക്കുന്ന ആത്മീയത മാത്രമാണ് എന്ന തിരിച്ചറിവാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ പരിഹാരം എന്നാണ് ഞാൻ ഗ്രഹിക്കുന്നത്. ഒരു കഥ കൂടി പറയാം. ഞാൻ സമയം കൂടുതൽ എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കഥ കൂടി പറയാം. അതായത് ആദാമിൻ്റെ മക്കളായിരുന്നു കായേനും ആബേലും. അവർ നടന്നൊരു തടാകത്തിൻ്റെ തീരത്തെത്തി. ഇത് പൗലോ കൊയ്ലോയുടെ കഥയായിട്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ നടന്നൊരു തടാകത്തിൻ്റെ തീരത്തെത്തി. ആ തടാകം അവർ ആദ്യമായിട്ട് കാണുകയാണ്. ആബേൽ തടാകത്തിലേക്ക് നോക്കിയപ്പോൾ വളരെ സുന്ദരനായ ഒരു മനുഷ്യൻ. എത്ര സുന്ദരനായ ഒരു മനുഷ്യനെയാണ് ഞാൻ അവിടെ കാണുന്നത്. തൻ്റെ പ്രതിബിംബമാണ് കാണുന്നതെന്ന് ആബേൽ ചിന്തിച്ചില്ല. അദ്ദേഹത്തിന് അത് അറിയില്ലായിരുന്നു. തടാകം ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണ്. എത്ര സുന്ദരനായ ഒരു വ്യക്തിയാണ് കാണുന്നത് എന്ന് വിചാരിച്ച് ആ പ്രതിബിംബം നോക്കി ആബേൽ ചിരിച്ചു. ആ പ്രതിബിംബവും ചിരിച്ചു. അപ്പോൾ ആബേലിന് വീണ്ടും ചിരിക്കാൻ തോന്നി. ആബേൽ പൊട്ടി ചിരിച്ചു. പ്രതിബിംബവും പൊട്ടി ചിരിച്ചു. അപ്പോൾ ആബേൽ ചിന്തിച്ചു, ഞാൻ തീർച്ചയായും ഈ മനുഷ്യനെ കാണാൻ ഇനിയും ഇവിടെ വരും. അവൻ എത്ര മനോഹരനാണ്, എത്ര സുന്ദരനാണ്, എൻ്റെ മനസ്സിനോട് അവൻ എത്ര അടുത്തിരിക്കുന്നു. ആ സമയത്ത് കായേൻ തടാകത്തിൻ്റെ മറ്റൊരു കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് നോക്കി. ആബേൽ ക്രൂരമായിട്ടാണ് വെള്ളത്തിലേക്ക് നോക്കിയത്. അതുകൊണ്ട് തൻ്റെ പ്രതിബിംബം ക്രൂരമായിരുന്നു. അപ്പോൾ ആബേൽ ചിന്തിച്ചു, ഈ മനുഷ്യൻ ക്രൂരനാണല്ലോ. അതുകൊണ്ട് തൻ്റെ കയ്യിലിരുന്ന വടിയോങ്ങി. ഉടൻ തന്നെ ആ വ്യക്തിയും വടിയോങ്ങി. ആബേലിന് ദേഷ്യം വന്ന അവൻ പല ഗോഷ്ഠികളും അവിടെ കാണിച്ചു. ആ ഗോഷ്ഠികളെല്ലാം ആ വ്യക്തിയും കാണിച്ചു. അപ്പോൾ എത്ര ക്രൂരനാണ്, എത്ര ഉപദ്രവകാരിയാണ് ഈ വെള്ളത്തിലുള്ളവർ എന്ന് ചിന്തിച്ചുകൊണ്ട് കായേൻ പിന്തിരിഞ്ഞു. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിലൂടെ നാം കാണുന്നത് നമ്മെ തന്നെയാണ്. അപ്പോൾ നമ്മെ തന്നെ ആയിരിക്കുകയും വേണം. നാം എന്താണോ ഈ ജീവിതത്തിന് കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ ജീവിതത്തിന് സ്നേഹവും സമാധാനവും സന്തോഷവും സംതൃപ്തിയും കൊടുക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. മറിച്ച് അസംതൃപ്തിയും നിരാശയും തൻകാര്യവും സ്വാർത്ഥതയുമാണ് കൊടുക്കുന്നതെങ്കിൽ ആ സ്വാർത്ഥതയും അസംതൃപ്തിയുമായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്ന് മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ആത്മാനം രഥിനം വിദ്ധി ബുദ്ധിം ദുസാരഥിം വിദ്ധി. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവ ച ബുദ്ധിം ദുസാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച. ഇന്ദ്രിയാണി ഹയാനാഹുർ വിഷയാംസ്തേഷു ഗോചരൻ. അതായത് ശരീരം ഒരു രഥമാണ്. ആത്മാവെന്ന് പറയുന്നത് രഥത്തിൻ്റെ ഉടമയാണ്. ബുദ്ധി രഥത്തിലെ സാരഥിയും ഇന്ദ്രിയങ്ങൾ കുതിരയും മനസ്സ് അതിനെ നയിക്കുന്ന ചമ്മട്ടിയും വിഷയങ്ങൾ കുതിരയ്ക്ക് പോകാനുള്ള വഴികളുമാണ്. അതുകൊണ്ട് നാം ഏത് വഴികൾ തിരഞ്ഞെടുക്കുന്നു, നമ്മുടെ മനസ്സ് ഏത് വഴികൾ തിരഞ്ഞെടുക്കുന്നു, നമ്മുടെ മനസ്സാകുന്ന ചമ്മട്ടി കൊണ്ട് ആ കുതിരകളെ ഏത് രീതിയിൽ നിയന്ത്രിക്കുന്നു, ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ വിഷയങ്ങളാകുന്ന വഴിയിലേക്ക് ഏത് രീതിയിൽ നമ്മൾ നയിക്കുന്നു, അതിനനുസരിച്ചാണ് ഈ ശരീരമാകുന്ന രഥം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ആത്മാവ് സന്തുഷ്ടി പ്രാപിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ആത്മസന്തുഷ്ടിയോടെ നമുക്ക് ജീവിക്കുവാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ സംരംഭം സമർപ്പിക്കുകയാണ്. ഭാരതീയ വിചാര കേന്ദ്രത്തിലെ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. ഇവിടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. എനിക്ക് ഈ അവസരം തന്നതിന് സുധീർ ബാബു സാറിനോടും മറ്റെല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കുടുംബ മൂല്യങ്ങൾ മാറുന്ന സാഹചര്യത്തിൽ എന്ന വിഷയമാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവർക്ക് കൊച്ചു ത്രേസ്യ ടീച്ചറോട് ഹ്രസ്വമായ ചിന്തോദ്ദീപകമായ ചോദ്യങ്ങൾ ചോദിക്കാം.
അതിനുള്ള അവസരമാണ്. എൻ്റെ പേര് അനിൽകുമാർ. കുറേ വേദിയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും വിശദമായിട്ട് നമ്മുടെ ഓഷോ എന്നൊരു ചിന്തകനെക്കുറിച്ച് ഇവിടെ ഈയിടെ കേൾക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇതിലെ ചോദ്യം അതല്ല. നമ്മളെ ഈ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം. ലൈഫ് ഈസ് നോട്ട് എ പ്രോബ്ലം ടു ബി സോൾവ്ഡ്, ഇറ്റ് ഈസ് എ മിസ്റ്ററി ടു ബി ലിവ്ഡ്. ആരെ കോട്ടിംഗ് ആണെന്ന് വ്യക്തമായിട്ട് ഓർമ്മയില്ല. എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു ചോദ്യമാണ്, ലൈഫ് ഈസ് നോട്ട് എ പ്രോബ്ലം ടു ബി സോൾവ്ഡ്. ജീവിതം പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ല, ഇറ്റ് ഈസ് എ മിസ്റ്ററി ടു ബി ലിവ്ഡ്. ജീവിച്ച് തീർക്കേണ്ട ഒരു നിഗൂഢതയാണ് ജീവിതം. എ വണ്ടർഫുൾ മിസ്റ്ററി എന്ന് ഞാൻ പറയും. അപ്പോൾ ആ നിഗൂഢത, ജീവിതത്തിൻ്റെ നിഗൂഢത മനസ്സിലാക്കാൻ നമ്മൾ ഭൂമിയിൽ ഒരു സന്ദർശകരായി വരുന്ന മനുഷ്യന് കഴിയാണ്ട് പോവുകയും ജീവിതം ഒരു പ്രശ്നമാക്കി തീർക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്, ഒരു കോമ്പറ്റേറ്റീവ് വിദ്യാഭ്യാസ സിസ്റ്റം. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ ഇങ്ങനെ പോകാനുള്ള കാരണം ഇതിൽ വിദ്യാഭ്യാസത്തിന് പങ്കുണ്ടോ, നമ്മുടെ സാമൂഹിക മൂല്യങ്ങൾ, കുടുംബ മൂല്യങ്ങളൊക്കെ തകരുന്നതിൻ്റെ പിന്നിലുള്ള ഈ നമ്മുടെ കോമ്പറ്റേറ്റീവ് വിദ്യാഭ്യാസ രീതിയാണോ? അതായത് വെൻ നോളേജ് കംസ് വിസ്ഡം ലാക്ക്, വേർ ദർ ഈസ് നോളേജ് ആൻഡ് വിസ്ഡം ദർ ഈസ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പാരമ്പര്യമാണ് വിസ്ഡം എന്നുള്ളത്. പക്ഷേ ആ വിസ്ഡത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് കേൾക്കാറില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. വിസ്ഡം എന്താണ് എന്നറിയണം, പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നും അറിയണം. വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ, ആധുനിക പാഠ്യ പദ്ധതിയെക്കുറിച്ച് പുതിയ പരിഷ്കാരങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അത് നടപ്പാക്കണ്ട എന്നൊക്കെയുള്ള തീരുമാനങ്ങളാണുള്ളത്. പക്ഷേ സ്കൂളുകളിൽ അധ്യാപകർ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് അധ്യാപകർക്ക് കിട്ടുന്ന വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള പാഠങ്ങൾ പഠിപ്പിച്ചു പോവുക, സിലബസ് അനുസരിച്ച് പോർഷൻ തീർക്കുക. ഇങ്ങനെയുള്ള രീതികളോടൊപ്പം കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നൊരു രീതി കൂടി ഉണ്ട് വിദ്യാഭ്യാസ കരിക്കുലത്തിൽ. എന്നാൽ അധ്യാപകർ അത് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലയോ എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാനൊരു സംഭവം പറയാം. അതായത് ഒരിക്കൽ ഒരു പെൺകുട്ടി ക്ലാസ്സിൽ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. ക്ലാസ്സിൽ മൊബൈൽ ഫോൺ അലൗഡ് അല്ല. അവൾ ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് നോക്കും. അധ്യാപിക അത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. കുറേ സമയമായിട്ടും അവളത് മാറ്റുന്നില്ല. അപ്പോൾ അധ്യാപിക എന്ത് ചെയ്തു, ആ ഫോൺ വാങ്ങിച്ച് പിടിച്ച് അലമാരിയിൽ വെച്ച് പൂട്ടിവെച്ചു. അങ്ങനെ പൂട്ടിവെച്ചപ്പോൾ വൈകുന്നേരമായപ്പോൾ എന്നിട്ട് പറഞ്ഞു, രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് വരൂ, കൊണ്ടുപോകാമെന്ന്. വൈകുന്നേരം അധ്യാപിക ഗ്രൗണ്ടിൽ കുട്ടികളെ ലൈനായിട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടി അവിടെ ചെന്നിട്ട് ചോദിച്ചു, എൻ്റെ മൊബൈൽ ഫോൺ തരണം എന്ന്. അപ്പോൾ അധ്യാപിക പറഞ്ഞു, ഇല്ല, ഞാൻ പറഞ്ഞല്ലോ രക്ഷകർത്താക്കളെ വിളിച്ചുകൊണ്ട് വരിക, എന്നിട്ട് നിനക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകാം, അവരോട് കാര്യങ്ങളൊന്ന് സംസാരിക്കണം. കുറേ സമയം ചോദിച്ചിട്ടും അധ്യാപിക അത് കൊടുക്കാഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ദേഷ്യം വന്ന അത്രയും അധ്യാപകരുടെയും കുട്ടികളുടെയും മുമ്പിൽ വെച്ച് കൈ നീർത്ത് അധ്യാപികയുടെ കർണത്തൊന്ന് കൊടുത്തു. അപ്പോൾ അവിടെ എന്തു മൂല്യമാണ് പോയത്? ഗുരുഭക്തി എന്ന് പറയുന്ന മൂല്യമാണ് അവിടെ നഷ്ടപ്പെട്ടു പോയത്. അധ്യാപകർ ഗുരുഭക്തിയെ കുറിച്ച് കുട്ടികളോട് പഠിപ്പിക്കാത്തത് കൊണ്ടല്ല, പക്ഷേ കുട്ടിക്ക് തൻ്റെ ആ ദേഷ്യം വന്ന മോമെൻറ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ പോയതുകൊണ്ടാണ്. അത് ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് അതിനുള്ള അറിവുകൾ കിട്ടണം. അതോടൊപ്പം വീട്ടിൽ നിന്ന് ഏറ്റവും പ്രധാനമായി അത് കിട്ടണം. മൂല്യച്യുതി ഏറ്റവും പ്രധാനമായി സംഭവിക്കുന്നത് കുടുംബത്തിലാണ്. ആ കുടുംബത്തിലുള്ളവർ കുട്ടി ക്ലാസ്സിൽ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, എന്തൊക്കെ കൊണ്ടുപോകുന്നില്ല എന്നൊരു ശ്രദ്ധയോടുകൂടി വേണം കുട്ടികളെ ക്ലാസ്സിലേക്ക് അയക്കാനുള്ളത്. ഇനി വിസ്ഡം എന്ന് പറയുന്നത്, അതായത് പുള്ളി ജീവിതത്തെക്കുറിച്ചുള്ള വിസ്ഡം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ ജീവിതം എന്ന് പറയുന്നത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണെന്നും ബ്രഹ്മശ്രീ ഓഷോ പറയുന്നു. അതായത് ജീവിതം നിഗൂഢമാണ്.
എത്ര ആഴത്തിലേക്ക് പോയാലും നമുക്കതിനെ പഠിക്കാൻ പറ്റില്ല, എത്ര ഉയരത്തിലേക്ക് പോയാലും നമുക്കതിനെ പഠിക്കാൻ പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ജീവിതം ജീവിച്ചു തീർക്കുക, സന്തോഷപൂർവ്വം ജീവിച്ചു തീർക്കുക. അപ്പോൾ ആ വിശുദ്ധം ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമായതുകൊണ്ട് ഈ ഉത്തരം അദ്ദേഹത്തിന് തൃപ്തികരമാണെന്ന് ഞാൻ കരുതുന്നു. ഈ സഭ ഇനി സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ സഭ ചായ റെഡി ആയിട്ടുണ്ട് താഴെ. ടീച്ചർ, പേരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ വളർത്തുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടിയെ വളർത്തൽ എന്ന് പറയുന്നത് ദമ്പതികൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തന്നെ ആലോചിച്ച് തുടങ്ങേണ്ടുന്ന ഒരു കാര്യമാണ്. വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ആലോചിച്ച് തുടങ്ങിയാൽ മാത്രമേ പേരൻറ്റിങ്ങിൻ്റെ പ്രാഥമികമായ പാഠങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുള്ളൂ. കുട്ടി ജനിച്ച കാലം മുതൽ, ജനിക്കുന്ന സമയം മുതൽ, കുട്ടി ഗർഭപാത്രത്തിൽ വളരുന്ന കാലം മുതൽ തന്നെ പേരൻസിൻ്റെ സ്നേഹം കുട്ടിക്ക് അവിടെ അനുഭവപ്പെടാൻ കഴിയും എന്നാണ് ഭാരതീയ മനഃശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ കുട്ടികൾക്കുള്ള ട്രെയിനിങ് കൊടുക്കൽ ഗർഭപാത്രത്തിൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം കുട്ടിക്ക് കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി കുട്ടികളെ സൃഷ്ടിക്കുന്ന പേരൻസിനല്ലേ കൊടുക്കേണ്ടത്? അതല്ലേ പ്രധാനപ്പെട്ട ഒരു ഏരിയ തലമുറയെ നന്നാക്കാൻ. സാറ് പറഞ്ഞത് വളരെ സത്യമായ ഒരു കാര്യമാണ്. കാരണം ഗർഭപാത്രത്തിൽ കുട്ടി ആവുന്നതിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് കുട്ടിയെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ടായിരിക്കണം. അമ്മ കുട്ടിയെ ഒരു ശിശു ആദ്യം ജനിക്കുന്നത് അമ്മയുടെ മനസ്സിലാണ്. അങ്ങനെ മനസ്സിൽ ജനിച്ചതിന് ശേഷം ആണ് ആ കുട്ടി ഗർഭപാത്രത്തിൽ ജനിക്കുന്നതും പുറത്തേക്ക് വരുന്നതും. പിന്നെ ഗർഭകാലയളവിൽ അമ്മ എന്തൊക്കെ ചിന്തിക്കുന്നുവോ അതിൻ്റെ പ്രതിഫലനം കുട്ടിയിലുണ്ടായിരിക്കും. മൊബൈലിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരമ്മയ്ക്ക് തീർച്ചയായും മൊബൈലിൽ അഡിക്റ്റഡ് ആയ ഒരു കുട്ടിയായിരിക്കും കിട്ടുക. മദ്യം കഴിച്ച് മദ്യത്തിന് അടിമയായിരിക്കുന്ന ഒരമ്മയ്ക്ക് മദ്യാസക്തിയുള്ള കുട്ടിയെ ആയിരിക്കും നിശ്ചയമായും കിട്ടുക. അങ്ങനെ അല്ലാത്ത കുട്ടിയെ കിട്ടണമെങ്കിൽ അത് പ്രകൃതിയിൽ അതിശയങ്ങൾ നടക്കാറുണ്ട്. അങ്ങനെയുള്ള അതിശയങ്ങൾ നടക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. അമ്മമാർ കുട്ടികളെ ശ്രദ്ധിക്കുന്നതിൻ്റെ ഒരു രീതി, മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് മൊബൈലിനുള്ളൊരു അഡിക്ഷൻ. വീഡിയോ ഗെയിം കളിക്കുക, മൊബൈലിൽ വീഡിയോ ഗെയിം കളിക്കുന്ന രീതികളുണ്ട്. ആ വീഡിയോ ഗെയിം കളിക്കുന്ന രീതി കൊച്ചു പ്രായത്തിൽ തന്നെ കുട്ടി തുടങ്ങുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരമ്മ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ മൊബൈലെടുത്ത് കുട്ടിയുടെ മുമ്പിൽ വെച്ച് കൊടുക്കും. അതിലെ ചില പടങ്ങൾ കുട്ടി നോക്കിയിരിക്കും. അങ്ങനെ നോക്കിയിരുന്ന് കുട്ടിക്ക് മൊബൈലിനോടൊരു അഡിക്ഷൻ ആ സമയത്തിൽ തന്നെ ഉണ്ടാവുകയാണ്. അതുപോലെ കുട്ടി ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ മൊബൈലിനോട് അഡിക്ഷനുള്ള അമ്മയുടെ കുട്ടിക്കും ആ മൊബൈൽ അഡിക്ഷൻ ഉണ്ടാവുകയാണ്. കുറേ നാൾ കഴിഞ്ഞിട്ട് കുട്ടിയിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങാൻ അമ്മ ശ്രമിച്ചാൽ കുട്ടി ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഞാൻ ആശുപത്രിയിൽ ഒരു ദിവസം ഒരു കാര്യത്തിന് പോയി ഇരുന്നപ്പോഴേ കുട്ടി ബഹളം ഉണ്ടാക്കി. അപ്പോൾ കുട്ടി ബഹളം ഉണ്ടാക്കാതെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അമ്മ എന്ത് ചെയ്തു, മൊബൈലെടുത്ത് കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. കുട്ടി അതും നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. കൊച്ചു കുട്ടിയാണ്, 1 വയസ്സുണ്ടായിരിക്കും. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ അടുത്തിരിക്കുന്നവരോട് വർത്തമാനം പറയുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അമ്മയാണ് ആദ്യം അത് ശ്രദ്ധിക്കേണ്ടത്. ഇനി മറ്റൊരു സംഭവം കൂടെ എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ ഓർത്ത് പറയുകയാണ്. ഫ്ലാറ്റിൻ്റെ 8ാമത്തെ നിലയിലെ ഈ ബാൽക്കണിയുണ്ട്. ബാൽക്കണിയിൽ കുട്ടിയെ ഇരുത്തുന്ന ഒരു ശീലം ഒരമ്മ കുട്ടിക്ക് ചെറുപ്പത്തിലെ കാണിച്ചു കൊടുത്ത്, ആ കുട്ടി ഇരിക്കുന്ന പ്രായമാണ്. അപ്പോൾ പതിയെ അവിടെ ഇരുത്തിയിട്ട് അമ്മ കൈകൊണ്ട് പിടിച്ച് കുട്ടിയെ അവിടെ ഇരുത്തി കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ അമ്മ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നതിനിടയിൽ അറിയാതെ അമ്മയുടെ കൈ തന്നെ കുട്ടി താഴെ പോയി, കുട്ടി മരിച്ചുപോയി. അങ്ങനെ ഒരു സംഭവം ഇവിടെയല്ല, എറണാകുളത്ത് നടന്നതായി ഞാൻ കേട്ടു. അപ്പോൾ എന്താണ്,
അമ്മയുടെ ശ്രദ്ധ മുഴുവൻ ഫോണിലായി പോയതുകൊണ്ട് കുട്ടിയെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ആ കുട്ടി താഴെ പോയത്. അപ്പോൾ ആ അമ്മയ്ക്ക് ജീവിതകാലം മുഴുവൻ ദുഃഖം മാത്രമായിരിക്കും തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്ന ഫലമാണ് നാം അനുഭവിക്കുന്നത് എന്നുകൂടി അതിനൊരു വ്യാഖ്യാനം നമുക്ക് പറയാൻ കഴിയും. നാം എന്താണോ ഈ ജീവിതത്തിലേക്ക് കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അങ്ങനെ ഒരു ഫലം കൂടിയുണ്ട് എന്നുകൂടി മനസ്സിലാക്കി നമ്മുടെ പ്രവൃത്തികൾ നന്നാവുക. നമ്മൾ ഈശ്വരാർപ്പിതമായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഈശ്വരാർപ്പിതമായി തന്നെ തിരിച്ചു കിട്ടും എന്ന ഒരു കാര്യം കൂടിയുണ്ട് എന്ന് ചിന്തിക്കേണ്ടതാണ്. ആർക്കെങ്കിലും ഇനിയും ചോദ്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് ഒരു കൊച്ചു ഇടവേള ചായയ്ക്ക് വേണ്ടി പിരിയാം. ടീച്ചറെ, ഒരു ചോദ്യം കൂടി. കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകമാണ് നിശ്ചയദാർഢ്യത്തോടെയുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞു. നിശ്ചയദാർഢ്യം മാത്രമാകുമ്പോൾ അത് കുടുംബ കലഹത്തിന് വരെ കാരണമാകില്ലേ എന്നൊരു സംശയം. അതോടൊപ്പം വിട്ടുവീഴ്ചയും കൂടി, പരസ്പര വിട്ടുവീഴ്ചയോടുകൂടിയുള്ള പെരുമാറ്റം കൂടി ഇല്ലെങ്കിൽ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ എന്നാണ് ഒരു കാര്യം. അതോടൊപ്പം തന്നെ സാമ്പത്തിക ഭദ്രതയ്ക്കാണോ കുടുംബ ഭദ്രതയ്ക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? സാമ്പത്തിക ഭദ്രത നേടാൻ വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന സമയത്ത് അണുകുടുംബങ്ങളിലെ കുട്ടികൾ തോന്നിയ മാതിരി ജീവിക്കുന്ന ഒരു ഉറപ്പില്ലായ്മ ചില വരാറുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബ ഭദ്രതയും വേണ്ടതാണ്. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്? നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ആണും പെണ്ണും ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടികൾ കുടുംബഭദ്രതയില്ലാതെയായി മാറുന്നുണ്ട്. എന്നാൽ കുടുംബഭദ്രത ഇതോടൊപ്പം തന്നെ വേണ്ടതാണ്. ഇത് രണ്ടും കൂടി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും സാധിക്കുമെന്ന് ഒരു സംശയം. അത് സാധാരണഗതിയിൽ ഞാൻ ജോലിക്ക് പോയിട്ടുള്ള ഒരു അമ്മയാണ്. അമ്മ ജോലിക്ക് പോകുമ്പോൾ അച്ഛനും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ അമ്മൂമ്മയും അപ്പൂപ്പനും ഉണ്ടായിരിക്കും. അങ്ങനെ അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയും അടുത്തായിരിക്കും കുട്ടികൾ വളരുന്നത്. അവരായിരിക്കും കുട്ടികളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയില്ല. അപ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിൽ അവർ ആ സാമ്പത്തിക ഭദ്രതയോടൊപ്പം കുടുംബ ഭദ്രത ഉണ്ടാകണമെങ്കിൽ കുട്ടികളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യാൻ അവർക്ക് തന്നെ കഴിയുന്ന രീതിയിൽ അവരെ പ്രാപ്തരാക്കിയെടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അമ്മയും അച്ഛനും ജോലിക്ക് പോകുന്നുണ്ട്, കുട്ടികൾ വീട്ടിലുണ്ടായിരിക്കും. അങ്ങനെ കുട്ടികൾ വീട്ടിലുണ്ടായിരുന്നാൽ അവർ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യണം, കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കണം എന്ന് ചില കണക്കുകൾ വെക്കും. ആ കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കതിന് അനുസരിച്ച് പ്ലസ് പോയിൻ്റ് കൊടുക്കും. അങ്ങനെ പ്ലസ് പോയിൻ്റ് കൊടുത്തിട്ട് അന്ന് അവർ ഔട്ടിങ്ങിന് കൊണ്ടുപോകും. ഔട്ടിങ്ങിന് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് മേടിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ സാമ്പത്തിക ഭദ്രതയോടൊപ്പം കുടുംബ ഭദ്രതയും ഉണ്ടാകേണ്ടതാണ്. ആ ഉണ്ടാകുന്നതിന് മക്കളെ നോക്കാൻ മാതാപിതാക്കൾക്ക് കഴിയാത്ത അവസ്ഥ ഉണ്ടാകാറില്ല. സാധാരണഗതിയിൽ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഭാര്യ ജോലിക്ക് പോകുമ്പോൾ ഭർത്താവ് വീട്ടിലും ഉള്ള അവസ്ഥ വരാറുണ്ട്. ഇനി രണ്ടുപേരും ജോലിക്ക് പോകുന്ന അവസ്ഥയിൽ കുടുംബത്തിൽ മൂത്ത കുട്ടി ആരാണോ ആ കുട്ടിയെ ചുമതലാബോധമുള്ള രീതിയിലേക്ക്, ഞാൻ അമ്മയുടെ രീതിയിലാണ്, ഒരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ അമ്മയാണ്, ഈ കുട്ടിയുടെ അമ്മയാണ് ഞാൻ എന്ന ബോധത്തിൽ വളർത്താൻ കൊച്ചു പ്രായം മുതൽ ഒരു ട്രെയിനിങ് കൊടുത്താൽ അവർ ആ രീതിയിൽ ചെയ്യും. അപ്പോൾ ഇപ്പോഴും അങ്ങനെ രണ്ടുപേരും ജോലിക്ക് പോകുന്ന കുടുംബങ്ങളിൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ മുതിർന്ന കുട്ടിയായിരിക്കും ഈ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി കൂടി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതും. അവർക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന രീതിയിൽ ഇരുന്ന് ഹോംവർക്കെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. മുതിർന്ന കുട്ടി ഈ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കും. അങ്ങനെ തിരിച്ചു വരുന്ന അമ്മയോ അച്ഛനോ അവർക്കൊരു അപ്രീഷിയേഷൻ കൊടുക്കും. ആ അപ്രീസിയേഷൻ ഈ കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മൂല്യമാണ്.
എന്നെ എൻ്റെ അമ്മ അഭിനന്ദിച്ചു. ഞാൻ ഇത്രയുമൊക്കെ ചെയ്തപ്പോൾ എന്നെ അഭിനന്ദിച്ചു. അത് എനിക്ക് കിട്ടിയ ഒരു വലിയ ബഹുമതിയാണ് എന്ന് പറയണം. അങ്ങനെ ഒരുമയോടെ ജീവിക്കാൻ കഴിയുമെങ്കിൽ മാതാപിതാക്കൾക്കും മക്കൾക്കും എത്ര കണ്ട് ഒരുമയോടെ ജീവിക്കാൻ കഴിയുമോ അത്ര കണ്ട് ആ കുടുംബത്തിൽ കുടുംബ ഭദ്രതയുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും എൻ്റെ അനുഭവവും. ഒരു ചോദ്യത്തോടു കൂടി അവസാനിപ്പിക്കാം. ഞാൻ ഓസ്ട്രേലിയയിലും ഫ്രാൻസിലും ഈ അടുത്ത കാലത്ത് 16 വയസ്സിന് താഴെയുള്ളവർക്ക് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്ത കണ്ടു. സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രസൻസ് മിനിമൈസ് ചെയ്യുക. ഈ ഉദ്ദേശത്തോടു കൂടി ഈ 2 രാജ്യങ്ങളും ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇന്ത്യക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടാവുമോ? ശിഥിലമാവുന്ന കുടുംബ ബന്ധങ്ങൾ ഒരു പരിഹാര മാർഗമായിട്ട് ടീച്ചറുടെ അഭിപ്രായം. ഇരുന്ന് പറഞ്ഞാൽ മതി ടീച്ചർ. സാരമില്ല. അപ്പോൾ അത് നല്ലൊരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം 16 വരെ അത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു വലിയ കാര്യമുണ്ട്, ടീച്ചേഴ്സ് നോട്ടുകൾ ഈ മൊബൈൽ ഫോണിലേക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു രീതിയുണ്ട്. കാരണം ഈ CBSE ICSE സിലബസുള്ള സ്കൂളുകളിൽ ഒരുപാട് പഠിക്കാനുണ്ടാകും. അങ്ങനെ പഠിക്കാനുണ്ടാകുമ്പോൾ അവർ എളുപ്പത്തിന് വേണ്ടി നോട്ട്സ് ഡിക്റ്റേറ്റ് ചെയ്യാതെ മൊബൈലിലേക്ക് അയച്ചു കൊടുക്കും. നേരത്തെയൊക്കെ കമ്പ്യൂട്ടറിലേക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അത് മൊബൈലിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ആ ക്ലാസ്സിൽ തുടങ്ങിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നോട്ട്സ് ഇങ്ങനെ എഴുതിയെടുക്കണമെങ്കിൽ അത് മൊബൈൽ ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മൊബൈൽ ഇല്ലാത്ത കുട്ടികൾക്ക് അതിൽ നോട്ട്സ് കിട്ടാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് റെസ്ട്രിക്ഷൻ വയ്ക്കണം, പക്ഷേ അത് അമ്മയുടെയും അച്ഛൻ്റെയും മേൽനോട്ടത്തിൽ ഇന്ന കാര്യങ്ങൾക്ക് മാത്രം മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടാകണം. അതിന് അമ്മയോ അച്ഛനോ കൂടെ ഉണ്ടായിരുന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ മാറി വരുന്ന ജീവിത സാഹചര്യത്തിൽ അതെത്രത്തോളം ശരിയാകും എന്നത് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. കാരണം മാതാപിതാക്കൾ വെളിയിലായിരിക്കും, കുട്ടികൾ ഇവിടെ തന്നെയാണ് വളരുന്നത്. ഇവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ സ്വാഭാവികമായും മറ്റൊരു രീതിയിൽ മാറ്റമുണ്ടാകും. സ്കൂളിൽ നിന്ന് നോട്ടുകൾ മൊബൈലിലേക്ക് അയക്കുന്ന രീതി അങ്ങ് മാറും. അങ്ങനെ മാറിയിട്ട് അവരതിന് പുതിയ മാർഗങ്ങൾ കണ്ടെത്തണം. അങ്ങനെ ആയാൽ ഈ രീതി പരീക്ഷിക്കപ്പെടാവുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നല്ലതായിരിക്കും. കുട്ടികളെ 16 വയസ്സ് വരെ മൊബൈലിൽ നിന്ന് അകറ്റി നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ടീച്ചറെ നമസ്കാരം. ഒരു ചോദ്യം കൂടെ. ടീച്ചറെ, നമ്മുടെ പണ്ടത്തെ രീതിയിൽ ഒന്നേ ഉള്ളെങ്കിലും ഒലക്കൊണ്ടടിച്ച് വളർത്തണം എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറി വന്ന നിയമങ്ങൾ, ധാരാളം നിയമങ്ങളുണ്ട്. കുട്ടികളെ അടിക്കാനോ വഴക്ക് പറയാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര നിയമങ്ങൾ ഉണ്ട്. ബാലശിക്ഷാ നിയമങ്ങളൊക്കെ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ആ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വാശിയും വൈരാഗ്യബുദ്ധിയുമുള്ള കുട്ടികളാണ് കൂടുതലും. അപ്പോൾ ഇപ്പോഴത്തെ ആ കുട്ടികളെ വളർത്തുമ്പോൾ അതിന് ജെൻറ്റിൽ പേരൻറ്റിങ് എന്നുള്ള രീതിയിൽ പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഈ ജെൻറ്റിൽ പേരൻറ്റിങ്ങും ഈ മാറി വന്ന നിയമങ്ങളും തമ്മിലുള്ള അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെ ഒത്തുവരും എന്നുള്ളതിനെക്കുറിച്ച് ടീച്ചറുടെ അഭിപ്രായം. മൊബൈൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചുവല്ലോ, മൊബൈൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനെ പറ്റി ചോദിച്ചിരുന്നല്ലോ. ഓസ്ട്രേലിയയിലൊക്കെ മൊബൈൽ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് 16 വയസ്സ് വരെ. അവർ ഓൾട്ടർനേറ്റീവ്സ് എന്താണ് ചെയ്തതെന്ന് നമുക്കറിയില്ല. വേറെ അതിന് പകരം ആ കുട്ടികളെ ആ ഹാബിറ്റിൽ നിന്ന് വീൻ ചെയ്യാനുള്ളത് എന്താണെന്നുള്ളതൊന്നും പേപ്പറിൽ കണ്ടിട്ടില്ല. അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈയിടെ കർണാടകയിലെ ഒരു ഗ്രാമത്തിനെ പറ്റി ചെറിയൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. വളരെ ചെറിയ റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത് ഒരു ഗ്രാമം, അവിടെ എല്ലാവരും തീർച്ചയാക്കി വൈകുന്നേരം 7 തൊട്ടിട്ട് 9 മണി വരെ കുട്ടികൾ മൊബൈൽ നോക്കില്ല, അച്ഛനും അമ്മയും TV നോക്കില്ല, കമ്പ്യൂട്ടർ നോക്കില്ല. സ്ക്രീൻ ലൈഫ് മുഴുവനായിട്ടും 7 മുതൽ 9 വരെ നിർത്തിവെക്കും. കുട്ടികൾ ആ സമയത്ത് പഠിക്കുക. പിന്നെ ഹോംവർക്കൊക്കെ ചെയ്യാൻ മൊബൈൽ ആവശ്യമുണ്ടെങ്കിൽ
രാത്രി 9 മണി കഴിഞ്ഞ് വന്നിട്ടുള്ള പിന്നെയുള്ള സമയത്ത് നോക്കിയാൽ മതി. അപ്പോൾ 7 തൊട്ടിട്ട് 9 വരെ സൈറണൊക്കെ പണ്ട് ബ്ലാക്ക് ഔട്ടൊക്കെ ഉണ്ടാവില്ലേ യുദ്ധത്തിൻ്റെ സമയത്ത്, അതുപോലെ ചെയ്യണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ജനറൽ പേരൻറ്റിങ്ങിനെ പറ്റി പറഞ്ഞല്ലോ. സാധാരണ നമ്മൾ കുട്ടികളെ അടിക്കുന്നത്, എല്ലാവരും ഇൻക്ലൂഡിങ് മീ, നമ്മളെപ്പോഴും അടിക്കുന്നത് അവരെ ശരിയാക്കാൻ വേണ്ടില്ല, നമ്മളുടെ ഉള്ളിലത്തെ ദേഷ്യം തീർക്കാനും കൂടി നമ്മൾ ധാരാളം അടിക്കാറുണ്ട്. നമ്മൾ ആ ദേഷ്യത്തിൽ അറിയണില്ല, നമ്മൾ വിചാരിക്കും, നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും നമ്മൾ കുട്ടികളെ അടിക്കുന്നത് അവരെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് റിപ്രഷനോ ദേഷ്യമോ ഒക്കെ അതിൽ വരും. അതെപ്പോഴും ദോഷം ചെയ്യും. നല്ല നിലയിൽ ഞാനൊരു ബുക്ക് വായിച്ചിട്ടുണ്ട്, ബേബി ആൻഡ് ചൈൽഡ് കെയർ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. അതിൽ നല്ലൊരു വലിയൊരു ഓഥറാണ്, ഇപ്പോൾ പെട്ടെന്ന് പേര് മറന്നു, എസ് എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പേരാണ്. ആ കാലത്ത് ഒരു 50 കൊല്ലം മുമ്പൊക്കെ എല്ലാ അച്ഛനും അമ്മമാരുടെ കയ്യിലൊക്കെ ഈ പുസ്തകം ഉണ്ടാവും. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് സ്വന്തം അമ്മയുടെയും മുത്തശ്ശിയുടെയൊക്കെ അടുത്തുനിന്ന് ദൂരെ പോകണവരില്ല. അതിൽ ബെഞ്ചമിൻ സ്പോക്ക്, എഴുത്തുകാരൻ്റെ പേര് ബെഞ്ചമിൻ സ്പോക്ക്. അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത്, ചിലപ്പോൾ കുട്ടികൾക്ക് അടി കിട്ടിയാൽ ഒരു വിരോധമില്ല, അവർ വല്ലാതെ വാശി പിടിച്ച് കരയണതുമൊക്കെ അറ്റൻഷന് വേണ്ടിയാണ്. ആ അറ്റൻഷൻ ഈ ഒരു ചെറിയ മൈൽഡായിട്ടുള്ള ഒരു അടിയുടെ രൂപത്തിലെങ്കിലും കിട്ടിയാലും അവർക്ക് സന്തോഷമാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അച്ഛനും അമ്മയും മക്കളും ഒരു വേവ് ലെങ്ത്, ഒരു സ്നേഹം, പ്രേമം, അത് എല്ലാത്തിനും റെമഡിയാണ്. ഒരുപാട് കാര്യത്തിന് അത് റെമഡിയാണ്. പക്ഷേ നമുക്ക് ആ തരത്തിലുള്ള സ്നേഹം നമ്മളുടെ മനസ്സിൽ ഒന്നുകിൽ നമ്മളുടെ ചൈൽഡ്ഹുഡ് ട്രോമ കൊണ്ടോ വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നമുക്ക് ഉണ്ടായിന്ന് വരില്ല. അത് ശരിയാക്കി എടുക്കാൻ ശ്രമിക്കാം. ടീച്ചറൊരു കാര്യം പ്രത്യേകിച്ചും പറഞ്ഞു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതിനെപ്പറ്റി പറയണം. ടീച്ചർ വളരെ പ്രത്യേകിച്ച്, കാരണം ഞാൻ എൻ്റെ 21 വയസ്സായിട്ടുള്ള പേരക്കുട്ടിയോട് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, റിലീജിയസ് ഹൗസസ്, ടീച്ചർ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എത്ര ആ 21 വയസ്സായിട്ടുള്ള കുട്ടിയും ടീച്ചറും എങ്ങനെ ഒരേപോലെ ചിന്തിക്കണമെന്ന്. റിലീജിയസ് ഹൗസസ് പോലും, നമ്മളിപ്പോൾ എപ്പോഴും സത്സംഗത്തെ പറ്റി പറയും, അനേകം ആശ്രമങ്ങൾ, അമ്പലങ്ങൾ, പിന്നെ ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ കാറ്റക്കിസം, മോറൽ സയൻസ് ക്ലാസ്സസ്, ഈ റിലീജിയസ് ഹൗസസും കൂടി അത് ഏറ്റെടുക്കണം ഇത്. പിന്നെ വേറെ ഒരു ചോദ്യം ചോദിച്ചു, പിന്നെ കുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ, ഇവിടെ ഈ ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നത്, മുമ്പ് തന്നെ ചിന്തിക്കേണ്ടതെന്ന് ചോദിച്ചു. അതും ഇപ്പോഴത്തെ ചെറിയ പെൺകുട്ടികൾ പോലും അത് പറയുന്നുണ്ട്, വിവാഹത്തിൻ്റെ മുമ്പേ ആലോചിക്കണം കുട്ടികൾ വേണോ വേണ്ടേന്നോ. അത് എന്താണ് വേണ്ടതെന്നുള്ളത് വിവാഹത്തിന്, കുട്ടികളില്ലാതെയുള്ള വിവാഹമാണോ വേണ്ടത് അല്ലാതെ എന്നുള്ളത് ആദ്യം തീർച്ചയാക്കണം. വിവാഹം കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ തീർച്ചയാക്കണം എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത്. അവർ ഇതുപോലെ സൊസൈറ്റിയിൽ കൗൺസിലിംഗ് ചെയ്യാനുള്ള ആൾക്കാർ വേണം. ആ കൗൺസിലേഴ്സ് അവരെ നേരാൻ വഴിക്ക് നടക്കണം. കാരണം എന്താ വെച്ചാൽ സ്വന്തം വിചാരിക്കുന്നത് ഇടയ്ക്ക് തെറ്റുണ്ടാവും. എക്സ്പീരിയൻസ് ഉള്ള കൗൺസിലേഴ്സ് പറയുമ്പോൾ കുറച്ചും കൂടി അത് ശരിയായിരിക്കും. ഞാനൊരു പ്രാവശ്യം ഒരു ആധ്യാത്മിക പ്രഭാഷണം ചെയ്യാൻ വേണ്ടി മണ്ണാർക്കാട് പോയിരുന്നു, 5-6 കൊല്ലം മുമ്പ്, കോവിഡിൻ്റെ ഒക്കെ മുമ്പാണ്. ആ സമയത്ത് അവിടെ ഞാൻ കണ്ടത് ചെറുപ്പക്കാരായിട്ടുള്ള കുറേ പെൺകുട്ടികളും, അതുപോലെ അവിടെ അവരൊരു അമ്പലത്തിൽ ഒരു കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു സെറ്റപ്പ് ഓഫ് ഓൾ പ്ലേസസ്, പിന്നെ മണ്ണാർക്കാട് പോലെയുള്ള അത്രയൊന്നും ടൗൺ അല്ലാത്തൊരു സ്ഥലം, അവിടെ അവർ കുറേ ചെറുപ്പക്കാർ ഇതിന് പുറപ്പെടുന്നു കേട്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി. ഇത്ര സീരിയസ് ആയിട്ടാണോ കുട്ടികൾ, ഈ ചെറുപ്പക്കാരികളായിട്ടുള്ള കുട്ടികൾ ചൈൽഡ് ബർത്തിനെ പറ്റിയിട്ട് ഇത്ര സീരിയസ് ആയിട്ടാണോ ആലോചിക്കണമെന്ന്. അപ്പോൾ ചില പോക്കറ്റ്സിലൊക്കെ പലതും നല്ലത് നടക്കുന്നുണ്ട്. അത് നമുക്ക് കുറേ കൂടി സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ വളരെ നന്നായി. ഞാൻ ആദ്യം വളരെ പെസിമിസത്തിൽ സംസാരിച്ചത് എന്താ വെച്ചാൽ, എപ്പോഴും 2 വ്യൂ പോയിൻറ്റ്സ് ക്ലാഷിങ് ആയാലേ കുറേയും കൂടി നമുക്ക് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നല്ല ഓപ്റ്റിമിസത്തോടു കൂടി തന്നെ നമ്മൾ മുന്നിലേക്ക് പോകണം. സ്നേഹം എന്നുള്ളത് വളരെ വലിയൊരു എന്താ അതിന് പറയുക, ഒരു വേദന സംഹാരിയാണ്. ഒരു വേദന സംഹാരിയും സാന്ത്വനത്തിൻ്റെ ലേപനാണ് സ്നേഹം എന്നുള്ളത്. അതുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങൾ കുറവായിട്ട് വരും. പിന്നെ സ്വാർത്ഥതയുള്ള കുട്ടികൾ, അവർക്ക് അവരുടെ ഒരു കാര്യം സാക്രിഫൈസ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് അവർ അമ്മമാരും അച്ഛന്മാരും ആവുമ്പോഴാണ് ഒരുപാട് ക്ലാഷസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ടീച്ചർ വേറൊരു കാര്യം പറഞ്ഞു, ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഭഗവത്ഗീതയിൽ വളരെ സമയം കൂടുതലെടുത്തു, അടുത്ത
ഒറ്റ മിനിറ്റ് മാത്രം പറയാം. ഭഗവത്ഗീതയിലെ യജ്ഞഭാവനയോടുകൂടി ജീവിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ആ യജ്ഞഭാവന, ഗ്രാവിറ്റേഷൻ ലോ നമുക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നമ്മളുടെ മുകളിൽ ആക്ട് ചെയ്യും. യജ്ഞഭാവന ഇല്ല, അതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞാലും യജ്ഞഭാവന ഇല്ലാതെ ജീവിച്ചാൽ അത് വളരെ ജീവിതത്തിന് ബുദ്ധിമുട്ടായിട്ട് വരും. അത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാതെ വയ്യ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനോട് രാജിയാവണം. ആ ഐഡിയയോട് നമ്മൾ രാജിയാവണം. നമ്മൾ നിർത്തട്ടെ. കാരണം എന്താ വെച്ചാൽ നന്ദകുമാർ സാറിനെ കാണുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലെപ്പോഴും വിചാരിക്കാറുള്ളത് മേഘനാദം എന്നാണ്, മേഘഗർജനം. ഞാൻ ആദ്യത്തെ പ്രാവശ്യം സാറിനെ കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചു എന്തൊരു ഇടിമുഴക്കമാണ് എന്ന് വിചാരിച്ചു. ഇപ്പോൾ സാറിൻ്റെ ക്ലാസ് ഫോർഡിൻ്റെ അല്ലേ, സാറല്ലേ സംസാരിക്കാൻ പോകുന്നത്, വേഗം നിർത്തേണ്ടത് അത്യാവശ്യമാണ്. സോറി, കുറച്ച് സമയം അധികം എടുത്തുപോയി. അങ്ങയുടെ സമയത്തിലേക്ക് 3:30 മണിക്ക് 4 മണിയാകുമ്പോൾ തുടങ്ങില്ല. ടീച്ചർ ഒരു മിനിറ്റ് ടീച്ചർ, ഞാൻ അതിന് ഒരു മറുപടി പറഞ്ഞോട്ടെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ആൾ ചോദിച്ചതിൻ്റെ ചോദ്യത്തിന് ഒരു മറുപടി ഞാനൊന്ന് പറയാം. അതായത് നിങ്ങൾ കുട്ടികളോട് ഒരു കളി കൊടുക്കണം. ഈ കൊച്ച് മാതാപിതാക്കളാവുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കളിയുണ്ട്. കുട്ടികളോട് പറയണം, നമുക്ക് ഇങ്ങനെ ഈ സുഖാസനത്തിലിരിക്കുക. അതായത് കാല് മടക്കി വെച്ച് നേരെ നട്ടല് നിവർത്തിയിരുന്ന് ഇങ്ങനെയൊന്ന് ഇരിക്കുക, നമുക്കൊന്ന് ഇരുന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ അമ്മയൊന്ന് ഇരുന്ന് കാണിക്കണം, അല്ലെ അച്ഛനൊന്ന് ഇരുന്ന് കാണിക്കണം. അപ്പോൾ കുട്ടിയോടും അതുപോലെ ഒന്ന് ഇരിക്കാൻ പറയുക. ഇരുന്നിട്ട് കുട്ടിയോട് പറയണം, ശ്വാസം അകത്തോട്ട് കറയുമ്പോൾ നീ അതിലൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ എന്ന് പറയണം. പിന്നെ ശ്വാസം പുറത്തോട്ട് പോകുമ്പോൾ നീ അതിലൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. അതൊരു കളിയായിട്ട് ഈ അമ്മയും അച്ഛനും മകനും കൂടി ഇരുന്നൊന്ന് ചെയ്തു നോക്കിയാൽ കുറച്ചായിട്ട് ആ കളിയിൽ കുട്ടിക്കൊരു താല്പര്യം വരും. അങ്ങനെ താല്പര്യം വരുമ്പോൾ ഒരുപാട് വികൃതി കാണിക്കുന്ന കുട്ടികൾക്കൊരു ശിക്ഷയായിട്ട് കൊടുക്കണം, നീ അങ്ങനെയൊന്നും ഇരിക്കുക. ഒരുപാട് വികൃതി കാണിക്കുന്ന കുട്ടികൾക്കൊരു പറയണം, അങ്ങനെയൊന്നും ഇരിക്കുക. അപ്പോൾ അടിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഇരുന്നേ, നീ ആ ശ്വാസത്തിലൊന്ന് ശ്രദ്ധിച്ചേ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കുട്ടി അതൊരു കളിയായിട്ടെടുക്കും. അങ്ങനെ ആ കളിയിലൂടെ അവൻ്റെ മനസ്സിനെ അടക്കാനുള്ള വഴിയിലേക്ക് പോവുകയും ചെയ്യും. വികൃതി കാണിക്കുന്ന കുരങ്ങിനെ കണ്ടെത്താൻ അവന് കഴിയുമെന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം ഞങ്ങളുടെയൊക്കെ കൊച്ചു പ്രായത്തിൽ ഈ കന്യാസ്ത്രീകളുടെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ആരെങ്കിലും കൂടുതൽ ബഹളം ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ സിസ്റ്റർ പറയും അങ്ങനെ അവിടെ ഇരിക്കാൻ. ഇരുന്നിട്ട് പറയും, നീ നിൻ്റെ ശ്വാസത്തിലൊന്ന് ശ്രദ്ധിക്കാൻ പറയും. അങ്ങനെ ശ്രദ്ധിക്കുക. ഒരു കളിയായിട്ട് ഞങ്ങൾ ഉച്ച സമയങ്ങളിലെ ലിഷർ ടൈമിലെല്ലാം ഒരു കളി പോലെ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെയുള്ള കളികൾ കൊടുത്ത കുട്ടികളുടെ ആ വികൃതിത്തരം മാറ്റിയെടുക്കുന്നതാണ് ഈ ജെൻറ്റിൽ പാരൻറ്റിങ് എന്ന് പറയുന്നത്. അതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ കൊള്ളാം എന്നാണ് എൻ്റെ അഭിപ്രായം.